ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹൈമോനൂസോയുടെ ഓൺലൈൻ ഡിസ്കഷൻ ഫോറത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചാനലിലൂടെ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളുടെ സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ പറ്റിയും ചരിത്രത്തെ പറ്റിയൊക്കെയുള്ള പഠനം നമ്മൾ നടത്തി വരികയാണ്. പല വ്യക്തികളും ഈ ചാനലിൽ കടന്നു വരികയും നമുക്ക് അവരുടെ അറിവുകൾ പങ്കുവെച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വീണ്ടും മറ്റൊരു വിഷയമായിട്ട് നമ്മളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട ജോൺ മാത്യു നാരേക്കാട്ട് സാറാണ്. അദ്ദേഹം കഴിഞ്ഞ തവണയും പരിശുദ്ധന്മാരായ അബ്ദുള്ള പാത്രിയാർക്കീസിനെയും അബ്ദുൽ പാത്രിയാർക്കീസിനെയും സംബന്ധിച്ച് വിശദമായ ഒരു ക്ലാസ് ഒരു ഡിസ്കഷൻ നമ്മളുമായിട്ട് നടത്തുകയുണ്ടായി. ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് അവര് അത് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് ബഹുമാനപ്പെട്ട ജോൺ സാർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട ജോൺ മാത്യു സാർ, ഹൈമോനൂസോയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ താങ്കളെ ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിലായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അച്ഛാ. ബാർക്ക് മോർ. ഗുഡ് ഈവനിങ്. ഹലോ ബാറേക്ക്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ താങ്കളുടെ കോൺവെർസേഷനിൽ ഒത്തിരി നല്ല അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു വിഷയമായിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നുപോയാണ്. അപ്പോൾ ഒത്തിരി തെറ്റായ ചരിത്രങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒത്തിരി സത്യസന്ധമായതുകൊണ്ട് എല്ലാം ഉണ്ട്. അതിന്റെ നടുവിലൂടെയാണ് നമ്മുടെ ഈ താങ്കളുടെ പഠനത്തിന്റെ ആ വെളിച്ചത്തിൽ നമ്മൾ ഈ മുന്നോട്ട് ചർച്ചയുമായിട്ട് പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കട്ടെ, ഇത് നമ്മൾ ഇന്ന് വരെ പഠിച്ചിട്ടുള്ള ചരിത്രങ്ങളെ എന്തിനെ തെറ്റാണെന്ന് പറയാനോ ശരിയാണെന്ന് പറയാനോ ഒന്നുമല്ല നമ്മളുടെ ഈ ശ്രമം. മറിച്ച് ഇദ്ദേഹം മനസ്സിലാക്കിയത് കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നു. അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ അന്വേഷിക്കാം, കണ്ടെത്താം. അതിൽ തെറ്റുകളുണ്ട് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങളത് തിരുത്താനും സന്നദ്ധരാണ് എന്ന് മുന്നമേ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പുതിയ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജോൺ മാത്യു സാർ, നമുക്കറിയാവുന്നതുപോലെ ഇത് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മലങ്കര ചർച്ച് ആൻഡ് ദി ത്രോൺ ഓഫ് സെയിന്റ് തോമസ് എന്നൊരു വിഷയമാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ചിന്തിക്കുന്നതും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ നേരിടാൻ സാധ്യതയുള്ളതായ ഒരു വിഷയമാണ്. ഇതിനെപ്പറ്റി ആമുഖമായിട്ട് താങ്കൾക്ക് എന്താ പറയാനായിട്ട്? നമ്മള് കഴിഞ്ഞ ഒരു അബ്ദുള്ള പാത്രികീസ് മിനിറ്റ് ഒരു 4 സെഷൻ കൊണ്ട് നമ്മളൊരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്തു. ഇന്ന് നമ്മൾ മലങ്കര ചർച്ച് ആൻഡ് ദ ത്രോൺ ഓഫ് സെന്റ് തോമസ് ഉള്ള ടോപ്പിക്കിന് ഒരു ഡിസ്കഷൻ ഉദ്ദേശിച്ചത്, ഇത് മലങ്കര സഭ സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, ഒന്ന് അബ്ദുള്ള പാത്രികീസിന്റെ കാലഘട്ടവും അവരുടെ മലങ്കര സഭയുമായിട്ടുള്ള ഇടപെടലുകളും ആയിരുന്നു. നമ്മൾ ആ ഒരു വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു വളരെ ഡിസ്കഷൻ പോയിന്റ് ആയിട്ട് വന്ന ഒരു ടോപ്പിക്കാണ് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള ഒരു തർക്ക വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഹൈമോനൂസോയുടെ ചാനലുകൾ ഉദ്ദേശിക്കുന്നത്, മാർ തോമാസ് ലീഹായുടെ സിംഹാസനവാദം ശരിയോ തെറ്റോ എന്നുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതിന്റെ ഓതന്റിസിറ്റിയോ അതിനെപ്പറ്റി എന്തെങ്കിലും തർക്കമോ അതും നമ്മളുടെ ചർച്ചാ വിഷയമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതാണ്ട് 15-16ഓളം ഹിസ്റ്റോറിക് ആയിട്ടുള്ള ചില റെഫറൻസുകൾ പല ചരിത്രകാരന്മാരും വേദപുസ്തകം മുതൽ 20-ാം നൂറ്റാണ്ട് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് തോമാസ് ലീഹയെ പറ്റിയും അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളെ പറ്റിയും ചില റെഫറൻസുകൾ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു അനാലിസിസ്, ഒരു ഡിസ്കഷൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനകത്ത് പല വിഷയങ്ങളിലും എന്നെക്കാളും കൂടുതലായിട്ട് അച്ഛന് പരിജ്ഞാനമുണ്ട്. അപ്പൊ നമ്മൾക്കിതൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനും ഒരു അനലിറ്റിക്കൽ ഡിസ്കഷനായിട്ട് നമുക്കിത് പരിഗണിക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. ഇത് അതുകൊണ്ട് ഏതെങ്കിലും സഭയുടെ ഏതെങ്കിലും ഒരു ഐഡിയോളജിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെർഷനോ ഇംപ്ലിമെന്റ് ചെയ്യാനോ അത് അങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യാനോ അത് അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ അല്ല. നമ്മൾ ഏതാണ്ട് 15 റെഫറൻസ്, ഹിസ്റ്റോറിക് റെഫറൻസ് അബൌട്ട് സെയിന്റ് തോമസ്, അതിനെ സംബന്ധിച്ച് അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് എന്താണ്, അതിന്റെ അനാലിറ്റിക്കൽ ഒരു അനാലിസിസ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാം.
നമ്മളുടെ പരിമിതമായിട്ടുള്ള അറിവിനകത്ത് അത് എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യം നമ്മുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ തുടക്കമായിട്ട് എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്, ആദ്യം തന്നെ വേദപുസ്തകത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനൊരു 2 വേദപുസ്തക വാചകങ്ങളാണ് അതിനകത്ത് കണ്ടേക്കുന്നത്. കാരണം എനിക്ക് അതിനേക്കാളും കൂടുതൽ വാചകങ്ങൾ ബൈബിളിൽ റെഫറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അച്ഛന് തിരുത്താം ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ. ഒന്ന് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-19 വാക്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. അച്ഛൻ അതിനകത്തുള്ള ഒരു കൺസെപ്ഷണൽ അണ്ടർസ്റ്റാൻഡിങ് പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. And I say unto you that you are Peter, and upon this rock I will build my church, and the gates of hell shall not prevail against it. And I will give unto you the keys of the kingdom of heaven. And whatsoever you shall bind on earth shall be bound in heaven, and whatsoever you shall loose on earth shall be loosed in heaven. ഈ ഒരു വാചകം പരിശുദ്ധ പത്രോസ്ലീഹായെ പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് വളരെ കോമൺ ആയിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ രീതിയിൽ മലയാളത്തിൽ ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ അച്ഛൻ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യം ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കുന്നു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ജോൺ മാത്യു സാർ, നമ്മൾക്ക് അറിയാവുന്ന പോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വേദപുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു മറ്റേത് ശ്ലീഹന്മാരേക്കും അത് 190ഓളം തവണ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് പത്രോസിനെ പറ്റി. ഒരു പേരാണ് പത്രോസ് എന്നുള്ളത്. അതായത് പത്രോസ് എന്നോ ഷീമോൻ എന്നോ കേഫ എന്നോ ഒക്കെ ആയിട്ട് പല പേരുകളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഏതാണ്ട് 190-ൽ കൂടുതൽ തവണ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നുണ്ട് എന്നത് തന്നെ. പിന്നെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ശ്ലീഹായുടെ പേര് എന്ന് പറഞ്ഞാൽ 40-45 തവണയുള്ളൂ. അപ്പൊ തന്നെ ഒന്ന് ഓർക്കണം എത്രമാത്രം ഈ വേദോത്സവം ഉടനീളം അദ്ദേഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ 2 ഭാഗങ്ങൾ മാത്രമല്ല, നമ്മൾ വേദോത്സവത്തിൽ നിന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു 10-20 ഭാഗങ്ങൾ പ്രധാനമായിട്ട് പത്രോസിന്റെ ഒരു പ്രൈമസിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെല്ലാം ഞാൻ പറയാനായിട്ട് പോകുന്നില്ല, കാരണം അത് നമ്മുടെ ഒരു ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിനെ പറ്റി അതും അതുപോലെ ഏർലി ചർച്ചിന്റെ ഒരു കൺസെപ്റ്റിനെ പറ്റി എത്രയും ബഹുമാനപ്പെട്ട ഗ്രിഗറച്ചനും അതുപോലെ തന്നെ സിനോഷും കൂടെ നടത്തിയ ഒരു ചർച്ചയിൽ അവരതിനെ വിശദമായിട്ട് പറഞ്ഞതായതുകൊണ്ട് അതിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യത്തെ മാത്രം ഒന്ന് പറയട്ടെ. ഈ സ്വർഗരാജ്യത്തിൽ കെട്ടുവാനും അഴിക്കുവാനുമായിട്ട് ആ നൽകിയ അധികാരം, പത്രോസിന് നൽകി എന്ന് പറയപ്പെടുന്ന ആ അധികാരം, അത് ഇന്ന് പല വ്യാഖ്യാനങ്ങൾ അതിന് ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവിശ്വാസ പ്രഖ്യാപനത്തിന് നൽകിയ അധികാരം എന്നൊക്കെ പറയുന്ന ചില വ്യാഖ്യാനങ്ങൾ കാണാൻ അതല്ല. പക്ഷെ നമ്മുടെ സഭാപിതാക്കന്മാരുടെ, അത് നമ്മുടെ അന്ത്യോക്യൻ ചർച്ച് ഫാദേഴ്സിന്റെ മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഈ പറയുന്ന ജെറുസലേം, അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ, അലക്സാൻഡ്രിയ, ഇവിടെയുള്ള എല്ലാ ചർച്ച് ഫാദേഴ്സും ഒരുപോലെ എഴുതിയിരിക്കുന്നത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത സിറിൽ ഓഫ് അലക്സാൻഡ്രിയ, അതുപോലെ അത്താനാസിയോസ്, അന്തോണിയോസ്, ജെറുസലേമിലെ സിറില്, ജോൺ ക്രിസോസ്റ്റം, ഇങ്ങനെയുള്ള അന്ത്യോക്യൻ, കാത്തലിക്, റോമൻ പിതാക്കന്മാരെ മാത്രമല്ല പറയുന്നത്, ഇതിനപ്പുറത്തുള്ള ചർച്ച് ഫാദേഴ്സ് പോലും, യൂണിവേഴ്സൽ ചർച്ച് ഫാദേഴ്സ് പോലും ഇതിനെ പറയുമ്പോൾ തന്നെ അത് പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു അധികാരം കൂടെയാണ്. അത് പത്രോസിൽ നിന്ന്, ശ്ലീഹന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയെന്ന് പറയുന്നത്, ആ പത്രോസിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തിന് കൊടുത്ത ഒരു അധികാരമാണ് ഈ കിട്ടുവാനും അഴിക്കുവാനുമായിട്ടുള്ളത്. അതാണ് ഇന്ന് നമ്മുടെ പൗരോഹിത്യത്തിന് പിന്തുടർച്ചയായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിലൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ കേഫ എന്ന് പറയുന്ന, പാറ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് താങ്കൾക്ക് അറിയാവുന്ന പോലെ അതൊരു ഓൾഡ് ടെസ്റ്റ്മെന്റ് കൺസെപ്റ്റ്. ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അത് ദൈവത്തെ ആയിരുന്നു അത് പറഞ്ഞിരുന്നെങ്കിൽ, അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവിന് ഇത് അറിയാൻ മേലാണ്ട്, യേശുക്രിസ്തുവിന് ഇത് അറിയാൻ മേലാത്ത ആളൊന്നുമല്ല. അദ്ദേഹം അത് പത്രോസിന് കൊടുക്കുവാണ്, നീ കേഫായാണ്. അപ്പൊ ഇന്ന് വരെ പഴയ നിയമത്തിൽ അത് ദൈവത്തിനുണ്ടായിരുന്നതാണെങ്കിൽ അതിവിടെ പുതിയ നിയമത്തിൽ പത്രോസിലൂടെ മനുഷ്യർക്ക് കൊടുക്കുവാണ്, നീ കേഫായാവുന്നു, നീ ആവുന്ന പാറമേൽ ഞാൻ ഇസ്രായേൽ പണി. ഇതിനെ നമ്മൾ ഒത്തിരി എലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ മലങ്കരയിൽ തന്നെ ഒത്തിരി ആളുകൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പഠനം നടത്തുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു തവണ നീ ഒന്ന് തിരിഞ്ഞു വരുമ്പോൾ അത് അങ്ങനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. നിന്നെ നിങ്ങൾ ഈ ശിഷ്യന്മാരെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ കടന്നു വരുമ്പോൾ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നല്ല പറയാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇടവേള കഴിഞ്ഞ് തിരിഞ്ഞു വന്ന് നിന്റെ കൂടെ ഉള്ളവരെ ഉറപ്പിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത്. അപ്പം പത്രോസ് അവിടെ ഒരു ചെറിയ ഒരു നിമിഷം ഒന്ന് തെറ്റിപ്പോകുന്നെങ്കിലും അവൻ തിരിഞ്ഞു വന്നിട്ട് തന്റെ കൂടെയുള്ള ആളുകളെ ഉറപ്പിച്ച് അവിടുന്നാണ് ഇത് കണ്ടിന്യൂ ചെയ്തു വരുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊക്കെ ഒത്തിരി നമുക്ക് മലയാളത്തിൽ കാണാനായിട്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആർട്ടിക്കിൾസ് കാണും. അതുപോലെ തന്നെ ബിബ്ലിക്കൽ അതിന്റെ കമന്ററീസ് ചർച്ച് ഫാദേഴ്സിന്റെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എത്രയും പ്രിയപ്പെട്ട
അച്ഛന്മാരും ഒക്കെ ഇതിനെ സംബന്ധിച്ച് ക്ലാസ്സുകൾ എടുത്തു. ഒപ്പം തന്നെ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അഭിവന്യ പിതാവായ അത്താനസ്യൂസ് മെത്രാപ്പൊലീത്ത ഇതേ സംബന്ധിച്ച് വളരെ നല്ല ഒരു ആർട്ടിക്കിൾ ചെയ്ത് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒത്തിരി ആളുകൾ ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തിയത് നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് ആ ഒരു അതിന്റെ ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിൽ ഒത്തിരി ചർച്ച ചെയ്ത് സമയം കളയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ ചോദിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ അതിനോട് ചേർത്ത് ഒരു വാചകം കൂടി ഞാൻ പറയുകയാണ്, അതും വളരെ ചുരുങ്ങി അതിനകത്ത് ഇത് പറയണം. അത് രണ്ടാമത് മത്തായി ശ്ലീഹയുടെ 19-ാം അധ്യായം 28-ാം വാക്യം. ജീസസ് said to them, when the Son of Man is seated on the throne of his glory in the rebirth, you yourself shall also sit upon 12 thrones, ruling 12 tribes of Israel. ലൂക്കോസിന്റെ സുവിശേഷം 22-28 പറയുന്നു, says the disciple shall judge 12 tribes. അപ്പൊ ഇത് ബാക്കി സ്ലീഹന്മാരെ പറ്റി പറയുന്നുണ്ട്. അപ്പോ ഈ രണ്ട് റെഫറൻസ് ആണ് ഞാൻ ഈ ബൈബിളിൽ നിന്ന് അച്ഛന്റെ ഒരു ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് ഇട്ടത്. ഈ ഒരു ഇതിനെ പറ്റിയും അച്ഛൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സിലേക്ക് മുമ്പോട്ട് പോകാം. ഇതിനെ സംബന്ധിച്ചുള്ളത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മുമ്പേ നമുക്ക് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് നടന്ന ഗ്രിഗറച്ചനുമായിട്ടൊക്കെ നടന്ന ആ സംവാദത്തിൽ സെയിന്റ് തോമസിന്റെ ഏർലി ചർച്ചിന്റെ കൺസെപ്റ്റിനെ പറ്റി അച്ഛൻ വിശദമായിട്ട് പറഞ്ഞപ്പോൾ ഈ പോയിന്റ് അവിടെ ക്വസ്റ്റ്യൻ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയുന്നു. അത് കർത്താവിന്റെ രണ്ടാം വരവിനോട് ബന്ധപ്പെട്ട ഒരു എസ്കറ്റോളജിക്കൽ കൺസെപ്റ്റ് ആണ്. അതായത് അദ്ദേഹം രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, ദൈവരാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ അപ്പോസ്തലന്മാർ 12 പേരും 12 സിംഹാസനങ്ങളിൽ ഇരുന്നായിട്ട് ന്യായം വിധിക്കും എന്നുള്ളത് അത് വേറൊരർത്ഥത്തിലുള്ള ഒരു സിംഹാസനം. അതിനെ ഇന്ന് നമ്മൾ കാണുന്ന, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു അർത്ഥത്തിൽ അതിനെ കൊണ്ടുവരരുത്. അത് തെറ്റാണ്. അത് വേദോത്സവത്തിനെ നമ്മൾ വികലമായി വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അത് തീർച്ചയായിട്ടും അത് എസ്കറ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അവൻ വരുമ്പോൾ അത് 12 സിംഹാസനങ്ങളിൽ ഇരുന്നായിട്ട് ഇവർ ന്യായം വിധിക്കും എന്ന് പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാർക്കും കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ആർക്കും, കർത്താവ് കൊടുത്ത കാര്യം അതിനെ നമുക്ക് ആർക്കും ഡിനേ ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു യുഗാന്ത്യവുമായിട്ട് അല്ലെങ്കിൽ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സിംഹാസനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് ഒരു തരത്തിലും ബന്ധമുള്ള ഒരു കാര്യമല്ല അത് എന്നോട് നമ്മളൊന്ന് ചേർത്ത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ റെഫറൻസ് പോയിന്റ് ഡിസ്കഷനിലേക്ക് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനകത്ത് നമ്മളുള്ള പോയിന്റ്സ് 1 by 1 ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ടോപ്പ് ഒരു പോയിന്റ് അച്ഛനുമായിട്ട് ഷെയർ ചെയ്തത് സ്ട്രക്ചർ ഓഫ് ദ ചർച്ച് ആഫ്റ്റർ നൈഷ്യൻ ക്രീഡ്. നിഖ്യ അല്ലെങ്കിൽ കുസ്തോലിക്കോസ് സിനോസിന് ശേഷമുള്ള സഭയുടെ ഒരു സ്ട്രക്ചറിനെ പറ്റി ഒരു പോയിന്റ്. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, വിശുദ്ധ തോമസ് ലീഹയെ പറ്റി പാത്രിയാർക്ക് മൈക്കിൾ റാബോയുടെ ക്രോണിക്കലിലും ഗ്രിഗോറിയോസ് ബാരബ്രായുടെ എക്കസ്ലിക് ക്രോണിക്കലിലും എല്ലാം വളരെ വ്യക്തമായിട്ട് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് നിഖ്യ സുനോസിന് ശേഷം ഉള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, ആസ് പെർ ദ ഏൻഷ്യന്റ് കസ്റ്റംസ്, ഈ അന്ത്യോക്യയുടെയും കിഴക്കുള്ള ഇൻഹാബിറ്റഡ് വേൾഡ് വരെയുള്ളതിന്റെ കസ്റ്റോഡിയൻ ആയിട്ട് അന്ത്യോക്യയിലെ പാത്രികീസിനെ ചുമതലപ്പെടുത്തുന്ന ഒരു ഹിസ്റ്റോറിക് എവിഡൻസ് ആണ് നമ്മൾ ഹിസ്റ്ററി കാണുന്നത്, നിഖ്യ സുനോസിന് ശേഷം കാണുന്നത്. അതിനകത്ത് ഒരു കാര്യം, പ്രത്യേകിച്ച് ഒരു പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഗ്രിഗോറിയോസ് ബാരബ്രായുടെ ക്രോണിക്കലിൽ പറയുന്നുണ്ട്. ഈ 325 നിഖ്യ സുനോസിന് ശേഷം, അല്ലെങ്കിൽ അതിനുശേഷം കോൺസ്റ്റാന്റിനോപ്പിളിലെ സുനോസിന് ശേഷം പല രീതിയിലും കിഴക്കിന്റെ ഉള്ള കാതോലിക്കോസിന്റെ അല്ലെ അവിടുത്തെ ഒരു മെത്രാപ്പൊലിത്തന്മാരെ വാഴിക്കുന്ന കാര്യത്തില് പല തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് റോമൻ എംപയറും പേർഷ്യൻ എംപയറും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിനകത്ത് ഒരിക്കൽ ഇവിടുന്ന് പേർഷ്യൻ എംപയറിൽ നിന്ന് പോയ സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് അന്ത്യോക്യയിൽ ചെന്ന ആളുകളെ കൊന്നുകളയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ പല ആളുകളും എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മൾ അതിനകത്തേക്ക് പോകുന്നില്ല. ഒരു കാര്യം പറയുന്നത്, ഈ വെസ്റ്റേൺ അന്ത്യോക്യൻ പാത്രിക്കീസിനെ റെപ്രസെന്റ് ചെയ്തിട്ട് മൊറൂസോ ഓഫ് മിയാപ്രിക്കോട്ട്, ആദ്യത്തെ മഫ്രിയാനോ മൊറൂത്തോ അല്ല, മിയാഫ്രിക്കോട്ട് എന്ന് പറയുന്നത് തുർക്കിയിലെ ഡയർബേക്കറിന് വടക്കുള്ള മിയാഫ്രിക്കോട്ടില് ഇപ്പോഴും അവിടെ നമ്മുടെ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇപ്പൊ അത് ജീർണാവസ്ഥയിലാണ് ആ പള്ളി. അവിടെ നിന്നുള്ള മെത്രാപ്പൊലിത്തായിരുന്ന മൊറൂസ AD 410 അടുത്ത് സെലൂസിയ ടെലിസിഫോണിലെ ഒരു സിനഡിൽ പങ്കെടുക്കുകയും ഈ വെസ്റ്റേൺ ചർച്ച്, അതായത് നമ്മുടെ അന്ത്യോക്യൻ സഭയും അതിന്റെ പൗരസ്ത്യ ഇടവക, അത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ വരുന്ന അതിന്റെ ഈസ്റ്റേൺ ബ്രാഞ്ചും തമ്മിൽ ഉള്ള
അവരുടെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു കമ്മ്യൂണിയൻ, അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ള കമ്മ്യൂണിയന്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് അവർ ഒരുമിച്ച് പോയി മൊറൂസയുടെ കാലഘട്ടത്തിൽ പുതിയ കാതോലിക്കേസിനെ വാഴിക്കുന്ന കാര്യമെല്ലാം ബാർബറയുടെ ക്രോണിക്കിളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അർമേനിയൻസിന് വേണ്ടി ഒരു കാതോലിക്കോസിനെ അന്ത്യോക്യൻ പാത്രിക്കീസ് വാഴിക്കുന്നതായിട്ടും ക്രോണിക്കിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ക്രോണിക്കിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചാല്, ഈ നിഖ്യാ സുന്നോസിന് ശേഷം കിഴക്ക്, അതായത് തോമാസ് ലീഹ സുവിശേഷം അറിയിച്ച പേർഷ്യൻ റീജിയനും അല്ലെങ്കിൽ ഇന്ത്യ അടക്കം, അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയും മൊത്തം ഇന്ത്യ നമുക്ക് കണക്ക് കൂട്ടാം. അപ്പൊ ഇതെല്ലാം അപ് ടു ദ ഈസ്റ്റേൺ ഇൻഹാബിറ്റഡ് വേൾഡ് വരെയുള്ള അത് പാട്രിയാർക്ക് ഓഫ് അന്ത്യോക്യ ഉള്ള പാത്രിയാർക്കീസിന്റെ അധികാര ശ്രേണിയിൽ വരുന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ വരുന്നതാണ്. അതിനകത്ത് കിഴക്കിന്റെ കാതോലിക്കായിട്ടിരുന്ന ആള് ഇതിന്റെ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയാണ്. പക്ഷെ അന്നത്തെ പൊളിറ്റിക്കൽ ഡിഫറൻസിനകത്ത് പലപ്പോഴും ഇവർക്ക് ഈ സ്ഥാനാരോഹണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുക്കാൻ സാധിച്ചതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ്. 410 റോമൻ എംപയറും പേർഷ്യൻ എംപയറും തമ്മിലുള്ള ഇഷ്യൂ കാരണമാണ് അത് പോകാൻ പറ്റാതിരുന്നത് അല്ലേ? അതിനെപ്പറ്റി രാജ്യം ക്ലോസ് ചെയ്യുന്നതിനൊക്കെ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഇല്ല, 3-ാം നൂറ്റാണ്ടില് അവിടുന്ന് മെത്രാപ്പൊലീത്തസ്ഥാനം ഏറ്റെടുക്കാൻ വന്ന ആളുകളെ കൊന്നുകളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി മൈക്കിൾ റാബർ ക്രോണിക്കിളിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ആസ് പെർ ദ ഏൻഷ്യന്റ് കസ്റ്റംസ്, രണ്ടുപേരും പറയുന്നതാണ് പഴയ നിഖ്യാ സുന്നോസിന് ശേഷമുള്ള ഏൻഷ്യന്റ് കസ്റ്റം അനുസരിച്ച് കിഴക്കില്, അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള ക്രിസ്ത്യാനി സമൂഹത്തിനെ എങ്ങനെ ആണ് അവർ തമ്മിലെ ബന്ധം എന്നുള്ളതിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനകത്ത് ഈ അന്ത്യോക്യയും ഈ കിഴക്കൊക്കെയും എന്നുള്ള വാക്കിന്റെയൊക്കെ ഒരു പഴയ ഒരു ചരിത്ര പശ്ചാത്തലം, ഈ ഒരു ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇൻഹാബിറ്റഡ് വേൾഡ് വരെയുള്ള ഇതിനകത്ത്. പേർഷ്യൻ എംപയറിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ചില അധികാര അവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും മൈക്കിൾ റാബോയും ഗ്രിഗോറിയസ് ബാർബറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് രണ്ടുപേരും രേഖപ്പെടുത്തിയതിനകത്ത് വിശുദ്ധ തോമാസ് ലീഹ ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ചു, പേർഷ്യയിലും മീഡിയയിലും സുവിശേഷം അറിയിച്ചു. ഇന്ത്യയില് കലാമിനെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ 377 ശേഷം ഉർഹായിലേക്ക് കൊണ്ടുവരികയും അവിടുത്തെ സെന്റ് തോമസിന്റെ പള്ളിയിൽ സ്ഥാപിച്ചു എന്നുള്ള കാര്യം മൈക്കിൾ റാബോയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അവരെല്ലാം ഇത് പറയാൻ കാര്യം, നമ്മൾ ഈ ടോപ്പിക് എടുക്കാൻ കാര്യം, ഇവരുടെ രണ്ടുപേരും ക്രോണിക്കിളിൽ തോമാസ് ലീഹയെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ച കാര്യം. ആകെ ഒരു സംശയം ഒരു കാര്യം ചേർത്ത് ഇതിന്റെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ. നമ്മുടെ ഈ ഒത്തിരി ഡിസ്പ്യൂട്ട് നിൽക്കുന്ന വിഷയങ്ങളിലോട്ടൊന്നും പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും ഒരു ഇത് ഈ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ അവര് വിളിച്ചിരുന്ന മീലിബാർ, മലബാർ മാത്രമല്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഓർക്കണമല്ലോ ഇതിനോട് ചേർത്ത്. അതായത് ഈ ക്രോണിക്കിൾസിൽ ഒരിക്കലും ഈ പറയുന്ന മലബാർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ല, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇതിനകത്ത് ബാർബറ ആണെങ്കിലും മിഖാൽ റാബോ ആണെങ്കിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമാണ്. അതിൽ ഒരിക്കലും മലബാർ എന്നൊരു പദം അവിടെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലോട്ട് പോകാൻ ചർച്ച കൊണ്ടുപോകാനല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പദം എല്ലാം ഉള്ളതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല, അതിനകത്തുള്ള ഹിന്ദ് എന്നുള്ള പ്രൊവിൻസ് അവരുടെ ഹിന്ദ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ് പറയുന്നതാണ്. അതിനകത്ത് മലബാർ എന്നുള്ള പേര് തന്നെ പിന്നത്തെ ശേഷം ഉണ്ടായതാണെന്നുള്ളതാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കിപ്പോ പല ആളുകളും തോമാസ് ലീഹയുടെ മലബാറിലേക്ക് വന്നിട്ടുണ്ടോ, അത് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലെ വന്നിട്ടുള്ളതിനെ പറ്റി തർക്കമൊക്കെ പറയാറുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സുറിയാനി സഭകളും മലങ്കരയുള്ള എല്ലാ സുറിയാനി സഭകളും തോമാസ് ലീഹയുടെ മലങ്കരയിലെ സുവിശേഷവും ഇവിടെ ഉള്ള ഇവാഞ്ചലൈസേഷനെ പറ്റി ആർക്കും തർക്കമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് തർക്ക വിഷയമല്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഡിസ്പ്യൂട്ടിന് പോകണ്ട. അത് അവരുടെ ക്രോണിക്കലിനകത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ഹിന്ദ് എന്നുള്ള ഒരു പ്രൊവിൻസിനെ പറ്റിയാണ് പറയുന്നത്. അത് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയോ സൗത്ത് ഇന്ത്യയോ എന്തുകൊണ്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള എന്റെ അഭിപ്രായം. ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അതിനകത്ത് ഇപ്പോഴും ഈ കലാമിനെ എന്ന് പറയുന്ന സ്ഥലം എവിടെയാന്ന് പോലും ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് ഇപ്പൊ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ആണോ അതെയോ സൗത്ത് ഇന്ത്യ ആണോ, അതിന് ബഹ്റിൻ ഐലൻഡ് ആണെന്നും ചില ഹിസ്റ്റോറിയൻസ്, നമ്മുടെ മലങ്കരയുള്ള വളരെ പ്രഗത്ഭരായിട്ട് ചില ചരിത്രകാരന്മാര് അത് ബഹ്റിനിലാണെന്നൊക്കെ പറയും, അങ്ങനെയും പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പൊ സഭകളുടെ ഒഫീഷ്യൽ വേർഷൻ അല്ലാത്തൊരു വിഷയത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മാത്രം. അപ്പൊ ഈ രണ്ട് കാര്യം പറയാൻ കാരണം, ഈ രണ്ടുപേരുടെയും പരിശുദ്ധനായ മൈക്കിൾ റാബോയുടെ 12-ാം നൂറ്റാണ്ടിൽ എഴുതിയ ക്രോണിക്കിലും 13-ാം നൂറ്റാണ്ടിന് ശേഷം ബാർബറ എഴുതിയ ക്രോണിക്കിലെല്ലാം തോമാസ് ലീഹയെ പറ്റി കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ സുവിശേഷം അറിയിച്ചതിനെ പറ്റിയും എല്ലാം പറയുന്നുണ്ട്. അപ്പോ അതിനോടൊപ്പം തന്നെ
ഏൻഷ്യന്റ് കസ്റ്റം അല്ലെ പ്രാക്ടീസ് ആയിട്ട് നിക്കാസുന്നതിന് ശേഷമുള്ള കിഴക്ക് ഭദ്രാസനങ്ങൾ, ഭദ്രാസനം എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രൊവിൻസ് ഓഫ് പേർഷ്യയും അവിടുത്തെ അല്ലെങ്കിൽ അപ് ടു ഇന്ത്യ വരെയുള്ള സ്ഥലത്ത് ക്രിസ്ത്യാനികളുടെ ഭരണപരമായ കാര്യങ്ങളുള്ള ഒരു അതോറിറ്റി, ജോഗ്രഫിക്കൽ അതോറിറ്റിയും അതിന് ഡെസിഗ്നേറ്റ് അതോറിറ്റി ഉള്ള കാര്യത്തെ പറ്റി അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. അവിടെയൊന്നും ഇതിനെപ്പറ്റി ആർക്കും തർക്കം ഉള്ള വിഷയമല്ല. അതുകൊണ്ട് അതാണ് അതിനകത്ത് റെഫറൻസ് രണ്ടിനകത്തും ഉള്ളത്. ഒന്ന് മൈക്കിൾ റാബയുടെ ക്രോണിക്കിള്, ഒന്ന് ബാറബ്രയുടെ ക്രോണിക്കിള്. അടുത്തൊരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛന്റെ കയ്യിൽ ഞാൻ നോട്ട്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് അടുത്ത പോയിന്റ്, 4ാമത്തെ പോയിന്റ്, whether the Church of East, പറഞ്ഞോളൂ അത് കഴിഞ്ഞ് ഞാൻ ചർച്ച് ഓഫ് ഈസ്റ്റ് ക്ലെയിം ടു ഫോളോ ദ ലെഗസി ഓഫ് സെന്റ് തോമസ്. അതായത് ഇപ്പോഴത്തെ ചർച്ച് ഓഫ് ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നെസ്റ്റോറിയൻസ് ചർച്ച് എന്ന് പറയുന്ന സെലൂസിയ ടെസിഫോണിലെ ആസ്ഥാനമായിട്ടുണ്ടായിരുന്ന കിഴക്കൻ ചർച്ച്. അവര് 451 എഫെസോസ് സിനോസിന് ശേഷം, കൽക്കിദോനിയ സിനോസിന് ശേഷം അവർ അവിടുന്ന് പരിശുദ്ധ സഭയിൽ നിന്ന് മാറിയിട്ട് നെസ്റ്റോറിയൻ വിശ്വാസത്തിലേക്ക് പോവുകയും പേർഷ്യയിലെ സഭയുടെ നല്ലൊരു സിംഹഭാഗവും നെസ്റ്റോറിയൻ വിശ്വാസം സ്വീകരിക്കുകയും, അങ്ങനെ ഒരു വലിയ ഒരു നല്ലൊരു പങ്ക് ആളുകൾ അങ്ങനെ മാറിയിട്ട് എന്ന് പറയുന്നതിനകത്ത് വാസ്തവമുണ്ടോ? അതോ ഇപ്പോഴും പറയുന്നുണ്ട് പല ഫാർസ് ഉൾപ്പെടെയുള്ള പല ഡയോസിസും ആ ഒരു മാറ്റത്തിന് അംഗീകരിച്ചില്ലായിരുന്നു എന്നും പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ട്. അതിനകത്ത് ഫാർസ് എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റേൺ പേർഷ്യ, ഇന്നത്തെ ബഹ്റിന്റെ കിഴക്കായിട്ട് വരുന്ന ഒരു വലിയൊരു പ്രൊവിൻസ്, അവര് വേറൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ്, പഴയ ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്തിരുന്നു എന്ന് പല ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സെലൂസിയ ടെസിഫോണിലെ ആസ്ഥാനമായിട്ടിരുന്ന കാതോലിക്കേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ബാബുയ എന്ന് പറഞ്ഞ കാതോലിക്കന് ശേഷമുള്ള കാതോലിക്കയുടെ സമയത്ത് ഇത് ചർച്ച് ഓഫ് ഈസ്റ്റിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ നമ്മളുടെ ചോദ്യം അതല്ല. ഇതിനകത്ത് അവര് സെയിന്റ് തോമസിന്റെ ലെഗസി ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതിനെപ്പറ്റിയുള്ള 2 ഹിസ്റ്റോറിക് റെഫറൻസ് ആണ് നമ്മളെ സംബന്ധിച്ച്. നമ്മളിപ്പോ ഹിസ്റ്റോറിക് തോമസ് ലീപ്പിലെ ഹിസ്റ്റോറിക് റെഫറൻസ് ആയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി മാത്രം ചർച്ച ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്കിത് പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് മാത്രം സംസാരിക്കുന്നുള്ളൂ. അപ്പൊ അവര് ഇതിനെപ്പറ്റി അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ടോ? ഈ ചർച്ച് ഓഫ് ഈസ്റ്റ് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ടോ? അവര് സെന്റ് തോമസിന്റെ ഒരു സക്സഷൻ ആണ് എന്നുള്ള രീതിയിൽ? ഇല്ല. അവരുടെ കാത്തോലിക്കോസ് പാട്രിയാർക്കിന്റെ ടൈറ്റിൽ പോലും പറയുന്നത് ബൈ ദ മേഴ്സി ഓഫ് ഗോഡ് കാത്തോലിക്കോസ് പാട്രിയാർക്ക് ഓഫ് ദ ചർച്ച് ഓഫ് ഈസ്റ്റ് ഓഫ് ദ അസീരിയൻസ് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. അതായത് ബൈ ദ മേഴ്സി ഓഫ് ഗോഡ് കാത്തോലിക്കോസ് പാട്രിയാർക്ക് ഓഫ് ദ ചർച്ച് ഓഫ് ഈസ്റ്റ് ഓഫ് ദ അസീരിയൻ ചർച്ച് ഇൻ ദ വേൾഡ്. അപ്പൊ അവിടെയൊന്നും അവരൊരു സ്ലീഹായുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അവർ ടാഗ് ചെയ്യുന്നില്ല. പക്ഷെ അവരുടെ ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള ആളുകളും നമ്മളുടെ ഗ്രിഗോറിയൻസ് ബാറബ്രായുടെ ക്രോണിക്കലിലും പറഞ്ഞിരിക്കുന്ന 2 റെഫറൻസ്, ഒന്ന് ദ ബുക്ക് ഓഫ് ടവർ, മാർ സോളമൻ ഓഫ് ബസ്ര, 13ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാർ സോളമൻ ഓഫ് ബസ്ര എന്നുള്ള വലിയ ചരിത്രകാരന്റെ ബുക്ക് ഓഫ് ടവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവര് മോർ മാരിയുടെ സക്സസേഴ്സ് ആയിട്ടാണ്, ആ ലെഗസി ഫോളോ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. തോമസ് ലീഹ അവിടെ സുവിശേഷം അറിയിച്ചു എന്നുള്ള സത്യമാണ്. പേർഷ്യയില് ടിഗ്രിത്തിലും റവറൻ ആർഡഷീർ എന്ന് പറയുന്ന ഫാർസില് അവിടെയെല്ലാം സുവിശേഷം അറിയിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ടെന്നാണല്ലോ ചരിത്രം പറയുന്നത്. എങ്കിൽ പോലും അവര് മോർ മാരിയുടെ ലെഗസി ഫോളോ ചെയ്യുന്നതായിട്ടാണ് അവരുടെ ഈ ചരിത്രകാരന്മാർ. വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്. നമ്മുടെ ബാറബ്രയുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ഒരു പുസ്തകമായിട്ടാണ് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയത്. അതിൽ പറഞ്ഞിരിക്കുന്നത് അവര് ഫോളോയിങ് ദ ലെഗസി ഓഫ് മോർ മാരി, അതായത് അവരുടെ ഈ പറഞ്ഞ തോമസ് ലീഗിന് ശേഷം മോർ ആഗായി ഉള്ള സുവിശേഷം അറിയിച്ചു, 72 അറിയിപ്പുകാരുടെ കാര്യം പറയുന്നുണ്ടല്ലോ. പിന്നെ അതിനുശേഷം മോർ മാരിയുടെ ലെഗസി ഫോളോ ചെയ്തോണ്ടാണ് പറയുന്നത്. അതാണ് ചർച്ച് ഓഫ് ഈസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അവരിന്നും അതിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു ഹിസ്റ്റോറിക് ആയിട്ട് അവർ അതിനെപ്പറ്റി ഒരു ഡിസ്പ്യൂട്ട് പറയുന്നില്ല. അപ്പൊ ഇടക്കാലത്ത് ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചത്, ഇടക്കാലത്ത് അവിടെ ഇവര് ഈ സെന്റ് തോമസിന്റെ ഒരു സക്സഷൻ ആണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും ഒക്കെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അതെങ്ങനെയാണ് ആ ഒരു ഇത് അവിടെ കടന്നു വരാനായിട്ടുള്ള സാഹചര്യം എന്താണ്? അങ്ങനെ ഒരു ആരോപണമെങ്കിലും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത അവിടെ വരാനായിട്ടുണ്ടായത് എങ്ങനെയാണെന്ന് അറിയൂ. ഇല്ല, അതിനെപ്പറ്റിയുള്ളൊരു തോമസ് ലീഹ അവിടെ സുവിശേഷം അറിയിച്ചു. എഡേസയിൽ സുവിശേഷം അറിയിച്ചതിന് ശേഷം എഡേസയുടെ കിഴക്കൻ ഭാഗമായിരുന്നല്ലോ പേർഷ്യൻ എംപയറിന്റെ ഒരു സ്ട്രെച്ച്, ലാസ്റ്റ് നോർത്ത് വെസ്റ്റേൺ സ്ട്രെച്ച് എഡേസ ആയിരുന്നുകൊണ്ട് അതിനുശേഷമാണ് അവിടുന്ന് പേർഷ്യൻ എംപയർ ചുരുങ്ങി അത്
സൗത്ത് ഓഫ് നിസിബിയിലേക്ക് മാറുന്നൊക്കെയുണ്ട്. അപ്പൊ എഡേസയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മോർ ആദായും മോർ മാരിയും എല്ലാം ആഗായി എല്ലാം അവിടെയാണ് അവരുടെ ഒരു സുവിശേഷ വേല നിർവഹിച്ചത്. അപ്പൊ അതുകൊണ്ട് തോമാസ് ലീഹ അവിടെ സുവിശേഷം അറിയിച്ചത് കൊണ്ട് ഉള്ള ഒരു ഈ ബന്ധപ്പെടുത്തി ആരും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയാവാനാണ് സാധ്യതയുള്ളൂ. പക്ഷേ ഇല്ല, നമ്മളുടെ ഒരു വിഷയം എന്താ വെച്ചാൽ അതിനെപ്പറ്റി മോർ ഗ്രിഗോറിയസ് ബാരബ്രായുടെ ക്രോണിക്കിൾ 2 ഭാഗത്ത് പറയുന്നത് ഈ ചർച്ച് ഓഫ് ഫാർസ്, അതായത് സൗത്ത് വെസ്റ്റേൺ പേർഷ്യൻ ഭാഗത്തുള്ള ചർച്ച് ഓഫ് ഫാർസ്, സെലൂസിയ ടെസിഫോൺ എന്ന് പറഞ്ഞ ബാഗ്ദാദിന് അടുത്തുള്ള സിറ്റി ആയിരുന്നല്ലോ ചർച്ച് ഓഫ് ഫീസിന്റെ ആസ്ഥാനം. ചർച്ച് ഓഫ് ഫാർസിനെ AD 823 മോർ തീമോത്തിയോസ് കാത്തോലിക്കോസ് പാട്രിയാർക്ക് ചർച്ച് ഓഫ് ഫീസിന്റെ അദ്ദേഹം ആ ഡയോസിസിനെ ഈ ചർച്ച് ഓഫ് ഫീസിന്റെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോ ചർച്ച് ഓഫ് ഫാർസ് റിപ്പോർട്ടഡ്ലി സ്റ്റേറ്റഡ് വി ആർ ദ ഡിസൈപ്പിൾസ് ഓഫ് സെയിന്റ് തോമസ്, ഞങ്ങൾ സെയിന്റ് തോമസിന്റെ ഡിസൈപ്പിൾസ് ആണ്, വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് സീറ്റ് ഓഫ് മാരി എന്നവർ പറയുന്നതായിട്ട് മാർ ഗ്രിഗോറിയോസ് ബാരബ്രായുടെ ക്രോണിക്കിൽ പറയുന്നത്. കാരണം ഗ്രിഗോറിയോസ് ബാരബ്രായുടെ ക്രോണിക്കില് മിക്കവാറും എല്ലാ സഭകളും അംഗീകരിച്ച ക്രോണിക്കിലാണ്. അദ്ദേഹത്തിന്റെ കാനൂനും എല്ലാം നമ്മുടെ നാട്ടിലും എല്ലാം പോപ്പുലർ ആയതുകൊണ്ട് ഗ്രിഗോറിയോസ് ബാരബ്രായ 11ാം നൂറ്റാണ്ടിൽ പറഞ്ഞ ഈ ഒരു റെഫറൻസിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം 823 തീമോത്തിയോസ് പാത്രിക്കീസ് ആ ഡയോസിനെ മെർജ് ചെയ്തപ്പോൾ അവർ പറയുന്ന ഞങ്ങൾ തോമാസ് ലീഹയുടെ ലെഗസി ഫോളോ ചെയ്യുന്നവരാണ്, ഞങ്ങൾക്ക് മോർ മാരിയുടെ സീറ്റുമായിട്ട് ആ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നവർ പറയുന്നതായിട്ട് ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ മാർ സോളമൻ ഓഫ് ബസറയും ആ രേഖപ്പെടുത്തിനകത്തും ഇതേ സെയിം കൊട്ടേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ രണ്ടുപേരുടെ ഒരു കാലഘട്ടം ആയതുകൊണ്ടായിരിക്കാം ഈ രണ്ടിനകത്തും ഒരേ ഒരു കൊട്ടേഷനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഭാഗത്തൊന്ന് അടുത്തിലോട്ട് പോകുന്നു, അതൊന്ന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അതായത് ഈ പറയുന്ന ചർച്ച് ഓഫ് ഈസ്റ്റ് ഈ ഒരു കാലത്തും അവര് ഈ സെയിന്റ് തോമസിന്റെ ഒരു സക്സഷൻ ആണ് എന്ന് അവര് ക്ലെയിം ചെയ്തിരുന്നില്ല. ഇല്ല, അവരുടെ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മളുടെ ഇപ്പൊ അന്ത്യോക്യ സിംഹാസനത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ അതിന്റെ സുറിയാനി ആ പാത്രിക്കീസ് വാർഡ് ടൈറ്റില് എന്റെ ഒരു ഇതിനകത്തുള്ളത് ഇഗ്നാത്യോസ് ദ കുർസിയോ ദ സ്ലീഹോയോ അന്ത്യോക്യ വാദ് കുൽ മദ്രഹോ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാതെ ഇഗ്നാത്യോസ് ദ കുർസിയോ ദ സ്ലീഹോയോ അന്ത്യോക്യോ വാദ് കുൽ മദ്രഹോ, അതായത് സ്ലീഹായ്ക്കടുത്ത അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും സിംഹാസനത്തിലെ പാത്രിക്കീസ് എന്ന് പറയും. അപ്പോ അന്ത്യോക്യയിലെ സ്ലീഹ എന്ന് പറയുന്നത് പത്രോസ് സ്ലീഹായാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോ നമ്മൾ ആ ടൈറ്റിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരു ടൈറ്റിൽ അല്ല. ഇപ്പൊ അവരുടെ ഞാൻ ടൈറ്റിൽ പറഞ്ഞല്ലോ, ബൈ ദ മെർസി ഓഫ് ഗോഡ് കാത്തോലിക് ഓഫ് ദ ചർച്ച് ഓഫ് ദ ഈസ്റ്റ് ഓഫ് ദ അസീരിയൻസ് ഇൻ ദ വേൾഡ്. അപ്പൊ അവരുടെ ഇപ്പോഴത്തെ ടൈറ്റില് സുറിയാനിലുള്ളത് നമ്മൾ പല പണ്ഡിതന്മാരെ കൊണ്ടും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോ ഇനിയിപ്പോ അവർ അന്നത്തെ കാലത്ത് അങ്ങനെ ഏതെങ്കിലും സ്ലീഹായിട്ട് കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കിനി പരിശോധിക്കേണ്ടതാണ്. കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല. ഈ മെയിൻ ആയിട്ട് ഈ 2 റെഫറൻസിനകത്തും പറയുന്നത് അവര് മോർ മാരിയുടെ ലെഗസിയാണ് ഫോളോ ചെയ്തിരുന്നെന്ന് പറയുന്നത് ചർച്ച് ഓഫ് ഈസ്റ്റ്. അതേ സ്ഥാനത്ത് തന്നെ അച്ഛൻ പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്ത് പറയുന്നത് ചർച്ച് ഓഫ് ഫാർസ്, ഈ ഫാർസിലെ ചർച്ച് ആ സ്ഥാനത്ത് ലെഗസി ഓഫ് സെയിന്റ് തോമസ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയും. അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള കാരണം നമ്മുടെ മലങ്കരയിലേക്ക് ആദ്യകാലത്ത് വന്ന 8ാം നൂറ്റാണ്ട് 9ാം നൂറ്റാണ്ടിൽ വന്ന ചില പിതാക്കന്മാര് ചർച്ച് ഓഫ് ഫാർസിന്റെ ആണ് എന്നുള്ള ചില ഹിസ്റ്റോറിയൻസ് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ഡിസ്കഷന്റെ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് പറയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കേൾക്കുന്ന പല പ്രേക്ഷകർക്കും ഈ ചർച്ച് ഓഫ് ഫാർസ് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കാണത്തില്ല. ഈ ഫാർസ് എന്ന് പറഞ്ഞാൽ പഴയ ഈ കാത്തോലിക്കേറ്റ്, അതായത് ഈസ്റ്റിൽ ഉണ്ടായിരുന്നതിന്റെ ഒരു ഡയോസിസ് മാത്രമായിരുന്നു അല്ലെ? അതൊരു ഇൻഡിപെൻഡന്റ് ചർച്ചോ അങ്ങനെ ഒരു ടൈറ്റിൽ ഒന്നല്ല, ഒരു ഡയോസിസ് മാത്രം എന്ന് നിന്നിരുന്നതാണ് അല്ലെ? അതൊരു ഡയോസ് ആയിരുന്നെങ്കിലും ആ ഒരു ജോഗ്രഫിക്കൽ ഡിവിഷനിൽ അത് ഖത്തർ, ഇതെല്ലാം നമ്മുടെ സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്കും ഖത്തർ ബഹ്റിനൊക്കെ ഒരു ഡയോസ് ആയിരുന്നു ഒരു കാലത്ത്. അറേബ്യ ഡയോസ് ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ ഫാർസ് എന്ന് പറയുന്ന ഡയോസിനെ പറ്റി പറയുന്നത് അതിനകത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ചില സ്വന്തമായിട്ട് ചില ഫെയ്ത്ത് ചില കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പരിപൂർണമായിട്ടും ഈ ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ നെസ്തോറിയൻ പാരമ്പര്യം അല്ലായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ഏതാണ്ട് 10-11 നൂറ്റാണ്ട് വരെ അവിടെ ഈ നെസ്തോറിയൻ പാരമ്പര്യം അല്ലാത്ത വിശ്വാസങ്ങളും വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു എന്നെല്ലാം പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ച് തോമാസ് ലീഹ ഇവിടെ എല്ലാ സുവിശേഷം അറിയിച്ചതായതുകൊണ്ട് ഈ എല്ലാ ചർച്ചിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കാരണം തോമാസ് ലീഹയുടെ സുവിശേഷ വേല എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ജോഗ്രഫിക്കൽ റീജിയനിലല്ല പോയിരിക്കുന്നത്. അദ്ദേഹം അവിടുന്ന് എഡേസ മുതൽ ഇങ്ങോട്ട് വന്ന് പേർഷ്യൻ സാമ്രാജ്യം തെക്കോട്ട് വന്ന ബാഗ്ദാദ്, ടിക്രിത്ത്, ബാഗ്ദാദ്, സെലൂസിയ ടെസിഫോൺ വന്ന്
സൗത്ത് വെസ്റ്റ് ഓഫ് പേർഷ്യയിലെ റെവറൻ ആർഡഷീറിന്റെ സിറ്റി, അവിടെ നിന്ന് പിന്നെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയെ പറ്റിയും അഫ്ഗാനിസ്ഥാൻ അതിർത്തിയെ പറ്റിയും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മലങ്കരയെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം മലാക്കയിലേക്കും പോയി. അപ്പൊ വലിയൊരു ജോഗ്രഫിക്കൽ റീജിയനിൽ തോമസ് ലീഹ സുവിശേഷം അറിയിച്ചായിട്ട് പറയുമ്പോൾ ഈ റീജിയനിലെ വിശ്വാസങ്ങൾക്കെല്ലാം തോമസ് ലീഹായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞപ്പോ ഈ കണക്ഷൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം തോമസ് ലീഹായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ സ്ഥലത്തെയും ചർച്ചുകളും അവിടുത്തെ വിശ്വാസങ്ങളും ഇതിനകത്ത് പല വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മളുടെ അപ്പൊ ഈ ഒരു ഡിക്ലറേഷൻ ആണ് പറയുന്നത് 823 തീമോത്തിയോസ് പാത്രിക്കീസ് അവരെ ആ ഒരു ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ ഡയോസിസായിട്ട് അവർ ജോയിൻ ചെയ്തപ്പോൾ അതിനോട് യോജിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവര് തടസ്സം പറഞ്ഞു. പക്ഷെ അന്നത്തെ കാലത്തെ സ്വാധീനത്തിൽ അത് കാലക്രമേണ ആ ഫാർസിലെ ഭദ്രാസനം പരിപൂർണമായിട്ടും ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ അണ്ടറിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കാലക്രമേണ അവിടുത്തെ വിശ്വാസങ്ങൾ പരിപൂർണമായിട്ടും നെസ്റ്റോറിയൻ വിശ്വാസത്തിലേക്ക് പോയി കാണാൻ വിചാരിക്കാം. അപ്പൊ എന്തായാലും പല ചരിത്രകാരന്മാർ പറഞ്ഞ 2 നൂറ്റാണ്ടോടെ പിന്നെയും അവിടെ വേറൊരു പാരമ്പര്യം നിലനിന്നു എന്ന് പറയും. അപ്പൊ നമ്മളുടെ ആ ഒരു റെഫറൻസ് ആണ് ഉദ്ദേശിച്ചത്. നമ്മുടെ മെയിൻ റെഫറൻസ് ഉദ്ദേശിക്കുന്ന ഈ 2 ചരിത്രകാരന്മാരും ചർച്ച് ഓഫ് ഈസ്റ്റിനകത്ത് ഏത് ലെഗസി ഫോളോ ചെയ്യുന്നുള്ള പറയുമ്പോൾ മോർ മാരിയുടെ ലെഗസിയാണ് ഫോളോ ചെയ്യുന്നതാണ് നമ്മൾക്ക് ഈ റെഫറൻസിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത് എങ്ങനെയാണ് നമ്മുടെ ഈ മലങ്കര, അത് താങ്കൾ അടുത്ത പോയിന്റ് ആണോ അല്ല അതിന് ഇടയ്ക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നമ്മുടെ ഈ മലങ്കര ചർച്ചുമായിട്ട് ഇത് ഈ 2 ചർച്ചിനെ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നൂടെ ഒന്ന് പറഞ്ഞാൽ അതൊക്കെ അറിയാനായിട്ടൊരു നന്നായിരിക്കും, ആളുകൾ അറിഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന 2 ചർച്ചുകൾ എങ്ങനെയാണ് മലങ്കരയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നത്? അല്ല, ചർച്ച് ഓഫ് ഫാർസിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ 8-9 നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടില് അത് പറഞ്ഞു വന്നതിനകത്ത് അവരെ പറ്റിയുള്ള ഒരു പരിപൂർണമായിട്ട് അവർ നെസ്റ്റോറിയൻ വിശ്വാസത്തിലായിരുന്നു എന്നുള്ള കാര്യത്തെ പറ്റി ഇന്നും വലിയ തർക്ക വിഷയമാണ്. അത് ഉദയംപേരൂർ സുന്നോസിൽ ആ വന്ന ആളുകളെല്ലാം നെസ്റ്റോറിയൻ പിതാക്കന്മാരിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും പല ചരിത്രകാരന്മാർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചരിത്രം നോക്കിയ ആൾക്കാർ പറയുന്നത് ഒരു 11-12 നൂറ്റാണ്ട് വരെ വന്ന പിതാക്കന്മാരുടെ ഒറിജിനെ പറ്റി അവർക്ക് ഇപ്പോഴും ഒരു ഡിസ്പ്യൂട്ട് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അത് ചിലപ്പോൾ പേർഷ്യൻ ഈ പറഞ്ഞ ഫാർസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ആൾക്കാരായിരിക്കാം. അവര് കറക്റ്റ് ആയിട്ട് അതേ വിശ്വാസം പുലർത്തിയ ആൾക്കാരായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ വിശ്വാസം പറയുമ്പോൾ നമ്മൾ അതൊരു വേറെ ആസ്പെക്ട്. മലങ്കര സഭയില് ഒരു 14-15 നൂറ്റാണ്ടുകളിൽ വളരെ വ്യക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയ ഒരു സഭയാണ് ചർച്ച് ഓഫ് ഈസ്റ്റ്. അപ്പോ ആ സമയത്ത് കിഴക്കൻ സുറിയാനി മദനഹോ സ്ക്രിപ്റ്റ് നമ്മുടെ നാട്ടിലിപ്പോ ചില പഴയ പള്ളികളിലൊക്കെ മദനഹോ സ്ക്രിപ്റ്റിനകത്തുള്ള സുറിയാനി ഇൻസ്ക്രിപ്ഷൻ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല ഉദയംപേരൂർ സുന്നോഹ സമയത്ത് നെസ്റ്റോറിയൻ വിശ്വാസത്തെയാണ് അവർ ഖണ്ഡിച്ചുകൊണ്ട് ഉള്ള പ്രഖ്യാപനങ്ങൾ കാണുന്നുണ്ട്. നെസ്റ്റോറിയൻ പാത്രിക്കീസിന്റെ പേര് പറയുന്നുണ്ട്. അന്നത്തെ പല ചരിത്രം ആ ഒരു 14-15 നൂറ്റാണ്ടില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഈ ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ പാരമ്പര്യം മലങ്കരയുടെ 4-ാം നൂറ്റാണ്ട് പോലെ കൊണ്ടെന്ന് പറയുന്നതൊക്കെ വലിയ അതൊന്നും നമുക്കൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്തായാലും ഒരു 10-11 അല്ലെങ്കിൽ 12 നൂറ്റാണ്ട് പോലെ അവരുടെ സ്വാധീനം മലങ്കരയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു 14-15 അല്ലെങ്കിൽ 15-16 നൂറ്റാണ്ടുകളിൽ അവർ നമ്മുടെ സഭയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം. അത് അന്ന് വിസിബിളും ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ചില മോഡേൺ ചരിത്രകാരന്മാർ ഇപ്പോ ഈ ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ ലെഗസിയെ തോമസ് ലീഹയുടെ ലെഗസിയായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ മലങ്കരയുമായിട്ട് കണക്ട് ചെയ്ത് ഒക്കെ വളരെ ചരിത്രമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കാതോലിക്കായിട്ട് അവിടുത്തെ കാതോലിക്കരോട് ബന്ധപ്പെട്ട് അത് തോമസ് ലീഹ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കണക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോ നമ്മുടെ ആ ഒരു ഡിസ്പ്യൂട്ടോ, നമ്മളിപ്പോ ചരിത്രം എഴുതുന്ന ആളുകൾക്ക് ചരിത്രം എഴുതാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അവരെഴുതിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ചത് ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ ഹിസ്റ്റോറിയൻസും ഗ്രിഗോറിയസ് ബാർബറായെ പോലുള്ള ചരിത്രകാരന്മാരും ലെഗസി ഓഫ് സെന്റ് തോമസ് ചർച്ച് ഓഫ് ഈസ്റ്റ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവർ പറഞ്ഞിരിക്കുന്ന റെഫറൻസ് നമ്മൾ കോട്ട് ചെയ്തു അനലൈസ് ചെയ്യാന്ന് മാത്രമാണ് നമ്മുടെ ഉദ്ദേശമുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എവിടെയെങ്കിലും തോമസ് ലീഹ ഒരു ബിഷപ്പിനെ വാഴിച്ച് അവിടെ അങ്ങനെ ഒരു സക്സഷൻ തുടർന്ന് പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ ടിക്രീത്തിലാണേലും അതല്ലെങ്കിൽ ഫാർസിലാണെങ്കിലും ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ ആ ഒരു ഇതിലാണേലും എവിടെയെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ബിഷപ്പിനെ വാഴിച്ചൊരു സക്സഷൻ പോലെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? അത് നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകും. 6ാമത്തെ പോയിന്റ്, ഈ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ മഫ്രിയാനേറ്റിനകത്ത് നമ്മളുടെ പോയിന്റ് ഇതാണ്: എനി റെഫറൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിറിയൻ ഓർത്തഡോക്സ് മഫ്രിയാനേറ്റ് ക്ലെയിംസ് ടു ബി സീറ്റഡ് ഓൺ ദ ത്രോൺ ഓഫ് സെന്റ് തോമസ്. അതായത് ഏതെങ്കിലും നമ്മുടെ മഫ്രിയാനോമാര് ഏതാണ്ട് 6ാം നൂറ്റാണ്ട് പോലെ ടിഗ്രീത്തിൽ മഫ്രിയാനേറ്റുണ്ട്. സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ അന്ത്യോക്യൻ പാരമ്പര്യം പിന്തുടർന്ന മഫ്രിയാനേറ്റുണ്ട്.
അതിന് പാരലായിട്ട് ചർച്ച് ഓഫീസിന്റെ കാതോലിക്കേറ്റ് ഉണ്ട്. നമ്മൾ അവരെ പറ്റി പറഞ്ഞു, ഇപ്പൊ അവരുടെ റെഫറൻസ് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഗ്രിഗോറിയോസ് ബാർബ്രയുടെ ക്രോണിക്കലിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാല്, ഈ തോമസ് ലീഹ ടിഗ്രീത്തിലും സുവിശേഷം അറിയിച്ചാണ്. അപ്പൊ അതിനുശേഷം ഇന്ത്യയിലേക്ക് പോയി, ഇന്ത്യയിലും സുവിശേഷം അറിയിച്ചു. ഗ്രിഗോറിയോസ് ബാർബ്രയുടെ ഒരു ക്രോണിക്കലിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്, ഈ മോർ ആദായി, മോർ ആഗായി ഇവരെല്ലാരും ഈ സെയിന്റ് തോമസിലെ സുവിശേഷം അറിയിച്ചതിന് ശേഷം അവിടെ സുവിശേഷം അറിയിച്ച 72 അറിയിപ്പുകാരാണ്. അപ്പൊ അവിടെ ഒരു തോമസ് ലീഹയുടെ ഒരു ലെഗസി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം പിന്തുടർന്ന് അവിടെ സഭയിലെ പല പിതാക്കന്മാരെ സുവിശേഷം അറിയിച്ചായിട്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ബാർബ്രായ വളരെ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ക്രോണിക്കലിനകത്തത്. അതിനകത്ത് കൃത്യം എഴുതിക്കുന്നത് നമ്മുടെ അവിടെയുള്ള മഫ്രിയാനുമാര് ഈ സെയിന്റ് തോമസ് ലെഗസിയുടെ കസ്റ്റോഡിയൻസ് ആണ്. അതായത് പരിശുദ്ധ തോമസ് ലീഹ സുവിശേഷം ടിഗ്രീത്തിൽ അറിയിച്ചുകൊണ്ട് അവിടുത്തെ മഫ്രിയാനേറ്റിന്റെ ഉത്തരവാദിത്തമാണ് അതിന്റെ കസ്റ്റോഡിയൻസ് ആയിട്ട് ആ ഒരു ലെഗസി, അതായത് അതിന്റെ ഒരു അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഒരു എന്താ പറയുന്ന അതിന്റെ ആ ഒരു ലെഗസിയുടെ കസ്റ്റോഡിയൻസ്, അതിന്റെ ഒരു മഫ്രിയാനുമാർ ഉത്തരവാദിത്തം സംരക്ഷിക്കുന്നത് അപ്പോൾഡർ ആയിട്ടുള്ള ഒരു അപ്പോൾഡർ എന്നുള്ള പൊസിഷന്റെ അർത്ഥം എന്താ വെച്ചാൽ അവർ അതിന്റെ ഒരു ഗവർണേഴ്സ് ആണ്. അതിന്റെ ഒരു സുറിയാനി വിശ്വാസം പറയുമ്പോ അതിനെപ്പറ്റി നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച വരുന്നതുകൊണ്ട് ഞാൻ പറയാം. അല്ലാതെ അദ്ദേഹം പറയുന്നത് ഈ കിഴക്കിന്റെ മഫ്രിയാനെ ടിഗ്രീസിലെ മഫ്രിയാനെ പറ്റി ബാർബ്ര രേഖപ്പെടുത്തുന്നത് കുർസിയോ ദ ടിഗ്രീത്ത് എന്നാണ് പറയുന്നത്. ബാർബ്രയുടെ ക്രോണിക്കലിനകത്ത് പറഞ്ഞിരിക്കുന്നത് കുർസിയോ ദ ടിഗ്രീത്ത്. കുർസിയോ എന്നുള്ള വാക്കിനെ പറ്റി നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. അതൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത്, ഈ കുർസിയോ എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞല്ലോ ശ്ലീഹയുടെ പേരിനോട് ചേർത്ത് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മാഹാത്മ്യം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹം പറഞ്ഞ കുർസിയോ ദ ടിഗ്രീത്ത്, അതായത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടിഗ്രീത്ത്. അതിന് നമ്മളപ്പോ കണക്കൂട്ടുന്നത് എങ്ങനെയാണ് ടിഗ്രീത്തിലെ എസ്റ്റാബ്ലിഷ്മെന്റിന് അദ്ദേഹം പറയുന്നത്, ഈ തോമസ് ലീഹ സുവിശേഷം അറിയിച്ച കിഴക്കൻ പ്രദേശങ്ങളിലെ അധികാര ശ്രേണിയിൽ വരുന്ന മഫ്രിയാനോമാരുടെ ആ ഒരു ടിഗ്രീസിലെ എസ്റ്റാബ്ലിഷ്മെന്റ്, സീറ്റ് ഓഫ് ടിഗ്രീത്ത് അല്ലെ കുർസിയോ ടിഗ്രീത്തിന് ഇറ്റ്സ് ഓൾസോ പ്രസ്റ്റീജിയസ് സ്റ്റാറ്റസ്. കാരണം ഒരു സ്ലീഹ സുവിശേഷം അറിയിച്ച സ്ഥലമായതുകൊണ്ട് അവിടുത്തെ ആ ഒരു സീറ്റിനും അതിൻ്റെതായിട്ടുള്ള മഹിമ ഉണ്ടെന്നുള്ള കാര്യം ഗ്രിഗോറിയോസ് ബാർബ്രായ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഈ മഫ്രിയാനേറ്റിനെ ഒരു സ്ലീഹായുടെ ഒരു സിംഹാസനവാദവുമായിട്ട് ഡയറക്റ്റ് ആയിട്ടൊന്നും കണക്ട് ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് തോമസിലെ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്, ഇത് ടിഗ്രീത്തിലെ ആസ്ഥാനമാണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അത്രയാണ് പറയുന്നത്. നമ്മൾ പറയുന്ന പോലെ ഈ ഒരു നമ്മുടെ അന്ത്യോക്യയിലെ സിംഹാസനം എന്ന് പറയുമ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് പറയുന്ന പോലെ ഒരു സ്ലീഹായുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്നില്ല. പക്ഷെ ഒരു സ്ലീഹ സുവിശേഷം അറിയിച്ച സ്ഥലമായതുകൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള മഹിമ, പ്രസ്റ്റീജിയസ് സ്റ്റാറ്റസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അത് അദ്ദേഹം ക്രോണിക്കലിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോ അച്ഛനൊരു ചോദിച്ചോണ്ട് പറയുന്നതാണ്, ഈ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് ഇവിടെ ഒരു നെറ്റിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് കേൾക്കുന്നതിന് ഒത്തിരി ലാഗിങ് ഉണ്ട്. അതുകൊണ്ട് ഞാനത് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഇവിടെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കേണ്ട. താങ്കൾ പറഞ്ഞോളൂ, ഓഡിയൻസിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്റെ ഇവിടുത്തെ നെറ്റിന്റെ ഒരു പ്രശ്നമാണ്. ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു. അപ്പോ അച്ഛൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുവാണ്. അപ്പൊ തോമസ് ലീഹ അവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാപിച്ചതായിട്ട് നമ്മുടെ അതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാല്, തോമസ് ലീഹയുടെ ഒരു ലെഗസിയിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോ അല്ലെ അതിനുശേഷമുള്ള ആളുകളാണല്ലോ മോർ ആദായി മോർ ആഗായി എല്ലാം സുവിശേഷം അറിയിക്കുകയും അങ്ങനെ കിഴക്കിന്റെ ഈസ്റ്റേൺ എക്ലാസ്റ്റിക്കൽ ഒരു ജോഗ്രഫിക്കൽ പ്രൊവിൻസിനകത്ത് നമ്മുടെ മഫ്രിയാനായിട്ട് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ മഫ്രിയാനായിട്ട് വരികയും ചെയ്യുന്നു 6-ാം നൂറ്റാണ്ട് പോലെ. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ നേരത്തെ പല ചരിത്രം പറഞ്ഞുകൊണ്ട് ആ മഫ്രിയാനെ പറ്റി പറയുന്നില്ല. പക്ഷെ ഗ്രിഗോറിയോസ് ബാർബ്രായ പറയുന്നത് ഈ പറഞ്ഞ സീറ്റ് ഓഫ് ടിഗ്രീത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്റ്റീജിയസ് സ്റ്റാറ്റസ് ഉണ്ട്, ബിക്കോസ് അവിടെ തോമസ് സുവിശേഷം അറിയിച്ചുകൊണ്ട്. അപ്പോ അതിനെപ്പറ്റി നമ്മളുടെ മൈക്കൽ റാബയുടെ ക്രോണിക്കലിലും പറയുന്നുണ്ട്. ഈ പറഞ്ഞ മഫ്രിയാനേറ്റിനെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റി അദ്ദേഹം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്താനാസിയോസ് ഗമാലോ പാത്രിക്കീസിന്റെ കാലഘട്ടത്തിൽ AD 628. കാരണം അവിടുത്തെ കാതോലിക്കോസ് ആയിരുന്ന ആള് നെസ്തോലിക് വിശ്വാസത്തിലേക്ക് പോയപ്പോഴത്തേക്കും 6-ാം നൂറ്റാണ്ടിൽ അബ്ദു നെഹമ എന്നുള്ളൊരു മെത്രാപൊലിത്തിനെ ആദ്യം വാഴിച്ചുകൊണ്ടാണ് അവിടെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അവരെ എല്ലാം ബാർബ്രായ
ഈ പറഞ്ഞ തോമസ് ലീഹയുടെ സുവിശേഷം അറിയിച്ച സ്ഥലമായിട്ട് ഇതിന്റെ കസ്റ്റോഡിയൻസോ അല്ലെ ഇതിന്റെ അപ്ഹോൾഡേഴ്സോ ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ളൊരു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു തർക്കം വരുന്നത്, അതേ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞാണ്, തോമസ് ലീഹ മലങ്കരയിൽ സുവിശേഷം അറിയിച്ചപ്പോഴും അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇവിടെ സ്ഥാപിച്ചതായിട്ട് ഒരു ചരിത്രത്തിൽ വ്യക്തമായിട്ടുള്ള രേഖകൾ ഇല്ല. നമ്മുടെ നാട്ടിലുള്ള പല പാരമ്പര്യ വിശ്വാസങ്ങളും നമ്മുടെ നാട്ടിലെ ഈ റമ്പാൻ പാട്ട്, അതുപോലെ നിരണം ഗ്രന്ഥാവലി, കണ്ടനാട് ഗ്രന്ഥാവലി, ഇതെല്ലാം നമുക്കൊരു 16-17 നൂറ്റാണ്ടിന് ശേഷം ഉള്ള പല രേഖകളിനകത്താണ് പറയുന്നത്. അപ്പോ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരുമ്പോ, നമ്മുടെ പോയിന്റ് എന്താ വെച്ചാല്, ഇപ്പൊ നമ്മളെ മലങ്കര സഭയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് what is the earliest claim of St. Thomas legacy in മലങ്കര ചർച്ച് എന്നുള്ള വിഷയമാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ചർച്ച് ഓഫീസിന്റെ കാര്യം പറഞ്ഞ നമ്മുടെ സുറിയാനി ഓർത്തഡോക്സ് സഭയും സെന്റ് തോമസുമായിട്ടുള്ള ബന്ധത്തെ പറ്റി നമ്മള് ചരിത്രം ഗ്രിഗോറിയോസ് ബാറപ്പയുടെ ക്രോണിക്കിലും മൈക്കൽ റാബയുടെ ക്രോണിക്കിലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. മലങ്കര സഭയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളുടെ ഒരു ട്രഡീഷണൽ ബിലീഫ് തോമസ് ലീഹ AD 52 മലങ്കരയിൽ വരുന്നതും ഇവിടെ 4 കുടുംബങ്ങളെ, ബ്രാഹ്മണ കുടുംബങ്ങളെ മതം മാറ്റുന്നതും 7 പള്ളികൾ സ്ഥാപിച്ചു. അതിനുശേഷം തോമസ് ലീഹ ഇവിടെ മൈലാപ്പൂർ വെച്ച് കബറടങ്ങി എന്നുള്ളത് നമ്മുടെ പാരമ്പര്യ വിശ്വാസം. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു സ്ഥാപിച്ചതായിട്ടോ അങ്ങനെ ഒരു രീതി പറയുന്നില്ല. പിന്നെ നമ്മുടെ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് 345 എഡേസൺ കുടിയേറ്റമായിട്ടാണ്. അതിനും ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു തർക്ക വിഷയം പറഞ്ഞ അതിനെപ്പറ്റിയും വളരെ വ്യക്തമായിട്ടുള്ള ഹിസ്റ്റോറിക് എവിഡൻസ് ഒന്നും ഇല്ല. പിന്നെ നമ്മുടെ ചരിത്രം വീണ്ടും വരുന്നത് 8-ാം നൂറ്റാണ്ടിൽ 9-ാം നൂറ്റാണ്ടിൽ മാർ സാബോർ അഫ്രോത്ത് പിതാക്കന്മാർ വരുന്നതും കൊല്ലത്തെ ഈ പറഞ്ഞ അവരുടെ സ്ഥാണുരവികർമ്മ കൊടുക്കുന്ന ചെമ്പ് തേട്ടിലുള്ള ഇതൊക്കെയാണ്. പിന്നെ പറയുന്നത് 13-ാം നൂറ്റാണ്ടിലെ ഇരവി കോർത്തൻ ചെമ്പ് തേടിനെ പറ്റി പറയുന്നുണ്ട്, കൊടുങ്ങല്ലൂരുള്ള അതിനെ പറ്റി പറയുന്നു. പിന്നെ ഇടയ്ക്ക് ചില സമയത്ത് ചില പിതാക്കന്മാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് 11-ാം നൂറ്റാണ്ട് 10, 11, 12 1-2 ആൾക്കാർ വരുന്നതായിട്ട് ആണ് നമ്മുടെ ചരിത്രം പറയുന്നത്. അവര് നെസ്റ്റോറിയൻ പിതാക്കന്മാരാണെന്ന് ഉദയംപേരൂർ സുന്നോസ് പറയുന്നു. അതല്ല, അവര് വേറെ പലയിടത്തും വന്നതാണ് പല ഡിസ്പ്യൂട്ട്സും പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ചരിത്രത്തിനകത്ത് ഇതിന്റെ ചില അപൂർണമായിട്ടുള്ള ചില ഡോട്ട്സ് ഉള്ളതുകൊണ്ട് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഇത് പറയുന്നില്ല. പക്ഷെ പല ചരിത്രകാരന്മാരും നമ്മുടെ നാട്ടിലെ സെയിന്റ് തോമസ് ലെഗസിയെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു 7 നൂറ്റാണ്ട് മുതൽ ചർച്ച് ഓഫ് ഫാർസ് അല്ലെങ്കിൽ ആ പേർഷ്യൻ ഭാഗത്തുള്ള, അത് ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ അല്ല, പല ഭാഗത്തു നിന്നും വന്ന പിതാക്കന്മാർ മുഖാന്തരം മലങ്കര സഭയിൽ ഈ സെയിന്റ് തോമസ് ട്രഡീഷൻ അല്ലെങ്കിൽ ലെഗസി വളരെ സ്ട്രെങ്തൻഡ് ആവുകയും ഇത് അതിനുശേഷം ഒരു 12-ാം നൂറ്റാണ്ടിന് ശേഷം നെസ്റ്റോറിയൻ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഈസ്റ്റ് പിതാക്കന്മാർ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സഭയിൽ ഒരു 13-14 നൂറ്റാണ്ടിന് ശേഷമാണ് ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സമൂഹം തന്നെ നമ്മുടെ നാട്ടിലെ ഹിസ്റ്റോറിയൻസ് രേഖപ്പെടുത്തുന്നത്. കാരണം 9-ാം നൂറ്റാണ്ടില് നമ്മുടെ നാട്ടില് 15 പള്ളികളുണ്ടെന്നാണ് ചില ഗ്രന്ഥാവലികൾ രേഖപ്പെടുത്തിയത് 9-ാം നൂറ്റാണ്ട് അവസാനം. അപ്പൊ ഒരു 13, 14 അല്ലെങ്കിൽ 14, 15 നൂറ്റാണ്ടിലായപ്പോഴത്തേക്കും ഈ തോമസ് ലീഹയുടെ ലെഗസി വളരെ ശക്തമായിട്ടുള്ള ഒരു വിശ്വാസമായിട്ട് മാറുകയുണ്ടായത്. അതായത് ഒരു 15-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും സെന്റ് തോമസ് ട്രഡീഷൻ നമ്മുടെ നാട്ടിലെ മലങ്കര സഭയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു വിശ്വാസമായിട്ട് മാറിയപ്പോ അത് നമ്മുടെ ഒരു മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക്, അന്നത്തെ ഏത് സുറിയാനിയാണെന്നുള്ള തർക്കത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, വളരെ ശക്തമായിട്ടുള്ള വിശ്വാസമാണ് സെയിന്റ് തോമസ് ലെഗസി എന്നുള്ളത്. താങ്കൾ ഇപ്പൊ ആ ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയണം. ഈ ശരിക്കും പറഞ്ഞാല് ഈസ്റ്റേൺ സിറിയക്ക് ഉപയോഗിക്കുന്നവരെല്ലാം നെസ്തോറിയന്മാരാണ് എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ ചില ആളുകൾക്കുണ്ട്. ഒരു തെറ്റായ ചിന്തയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പറയുന്ന ജൂറിസ്ട്രിക്ഷൻ ബേസിൽ അവർ അപ്പുറം ഇപ്പുറം താമസിച്ചിരുന്നവരൊക്കെ ഈ സുറിയാനി ഇത് ഈസ്റ്റേൺ വെസ്റ്റും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ സുറിയാനി പിതാക്കന്മാര് ഈസ്റ്റേൺ സിറിയക്കിൽ എഴുതിയവരുണ്ട്. അവരെല്ലാം അതുകൊണ്ട് നെസ്തോറിയന്മാരാകണം എന്ന അർത്ഥമില്ല. ഇപ്പോഴും ഈ റീസെന്റ് നമ്മൾ കാലം ചെയ്ത ജൂലിയോസ് യേശു ശീശക് തിരുമേനി, അദ്ദേഹം ഇവിടുന്ന് പ്രിന്റ് ചെയ്തിരുന്ന ഹോളണ്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരുന്ന കോലോസുറിയോയ്ക്കകത്തൊക്കെ ഈസ്റ്റേൺ സിറിയക്കിലുള്ള ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, വെസ്റ്റും ഉണ്ടായിരുന്നു, എസ്ട്രോങ്കലോയിലുണ്ടായിരുന്നു. ഏറ്റവും റീസെന്റ് ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഗബ്രിയൽ തെറായിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ബൈബിളിനകത്ത് ഈസ്റ്റും വെസ്റ്റും എസ്ട്രോങ്കലോയും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇവിടെ ഈസ്റ്റേൺ സിറിയക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അത് നെസ്തോറിയന്മാരുടെ മാത്രമായിരുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ ഇത് പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു തെറ്റായ ചിന്തയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഇടയ്ക്ക് താങ്കളുടെ ഇതിന്റെ അകത്ത് കോൺവെർസേഷൻ ഇടയ്ക്കാണെന്ന് കയറിയതേ ഉള്ളൂ. താങ്കൾക്ക് തുടരാം.
അല്ല അച്ഛാ, അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. കാരണം ഈ എസ്ട്രങ്കലോ സ്ക്രിപ്റ്റ് ഒരു 7-ാം നൂറ്റാണ്ടും ശേഷം അതിന് അവിടുന്ന് മാറിയിട്ട് അത് സെർത്തോയിലേക്ക് മാറി, സ്ക്രിപ്റ്റിലേക്ക് മാറിയിട്ട് നമ്മൾ ആ ഒരു ഭാഷയിൽ വലിയ പണ്ഡിതനല്ല എങ്കിലും പല ഹിസ്റ്റോറിയൻസ് പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. കാരണം വെസ്റ്റേൺ സിറിയക്കും ഈസ്റ്റേൺ സിറിയക്കും മദ്രഹോ സ്ക്രിപ്റ്റ് ആയിട്ട് പോയി. പക്ഷെ എങ്കിൽ പോലും പിന്നെ വീണ്ടും ഒരു 10-ാം നൂറ്റാണ്ടിന് ശേഷം എസ്ട്രാങ്കുലോ വീണ്ടും റിവൈവ് ചെയ്തു തുറബ്ദീൻ മർദീൻ ഭാഗത്ത്. അതൊരു 11-ാം നൂറ്റാണ്ടിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ കിഴക്കൻ ഭാഗത്തുള്ള പിതാക്കന്മാര് ഈസ്റ്റേൺ സിറിയക്കും ഈ വെസ്റ്റേൺ സിറിയക്കും മിക്സ് ആക്കിയിട്ട് കർസീവ് റൈറ്റിംഗ് അതിനെപ്പറ്റി പറയുന്നത്. അച്ഛൻ പറയുന്നതുകൊണ്ട് കർസീവ് റൈറ്റിംഗ് എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ചില ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ നാട്ടില് ഈ ഒരു 15-ാം നൂറ്റാണ്ട് ഒരു 16-ാം നൂറ്റാണ്ട് ഈ പറഞ്ഞ പോർച്ചുഗീസുകാരുടെ വരവിന്റെ സമയത്തുള്ള ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു അന്നത്തെ ഒരു അത് ചർച്ച് ഓഫ് ഈസ്റ്റ് ആണെന്നുള്ളതാണ് നമ്മുടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി, നമ്മുടെ മലങ്കരയിലെല്ലാം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം. അതായതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് ആ സമയത്ത് വെസ്റ്റേൺ സിറിയക്കിന് യാതൊരു സ്വാധീനം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ സുറിയാനി സഭയ്ക്ക് ഒരു സ്വാധീനം ഇല്ലായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനും പറ്റില്ല. കാരണം നമ്മൾക്കൊരു ഒരു കാര്യം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത ഉണ്ട്. അതല്ലെങ്കിൽ ഇത് മാത്രം ഉണ്ടായിരുന്നോ അതില്ല എന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ ഒരു തർക്ക വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മൾ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ അതിന്റെ അടുത്ത പോയിന്റിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 7-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് ഒരു 15-ാം നൂറ്റാണ്ടിൽ വരെയുള്ള സഭയുടെ ആ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ, മലങ്കര സഭയുടെ ഒരു ഗ്രോത്തിന്റെ കാലഘട്ടത്തിൽ ഈ സെയിന്റ് തോമസ് ലെഗസി വളരെ ശക്തമായിട്ട് വരികയും അത് 15-ാം നൂറ്റാണ്ടിൽ വളരെ ശക്തമായിട്ട് സെന്റ് തോമസ് ലെഗസി മലങ്കരയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഒരു ചർച്ചയിൽ പിന്നെ വരുന്നുണ്ട്, പിന്നത്തെ പോയിന്റ് വരുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ളൊരു ഈ ഒരു രേഖയായിട്ട് ഇവർ പറയുന്നത് 1301 എഴുതിയ ഒരു കോളഫോൺ കോഡെക്സ് ഉണ്ട്. അടുത്ത പോയിന്റ് ആണ് ഈ കോളഫോൺ കോഡെക്സ് എഴുതിയിരിക്കുന്ന 1301. അത് ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ ഒരു മെമ്പർ ആയിട്ടുള്ള ഒരു സക്കറിയ എന്ന് പറയുന്ന ഒരു ഷെമ്മാച്ചൻ എഴുതിയതായിട്ടാണ് പറയുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മാർ യാക്കൂബ് ദ മെട്രോപൊളിറ്റൻ ബീങ് ദ അപ്ഹോൾഡർ ആൻഡ് ദ ലീഡർ ഓഫ് ദ ഹോളി സീറ്റ് ഓഫ് സെയിന്റ് തോമസ് ദ അപ്പോസ്റ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ ആ ഒരു വാചകത്തിൽ പറഞ്ഞിരിക്കുന്നത് മോർ യാക്കൂബ് എന്ന് പറഞ്ഞ മെത്രാപ്പോലിത്തൻ, അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞ അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് മോർ കുര്യാക്കോസിന്റെ പള്ളിയിൽ ഷാംഗ്ല ഇൻ മിലിബാർ ഇൻ ദ പ്രൊവിൻസ് ഓഫ് ഇന്ത്യ ബൈ ഡീക്കൻ സക്കറിയ. ഈ മോർ കുര്യാക്കോസിന്റെ നാമത്തില് കൊടുങ്ങല്ലൂർ ഒരു പള്ളി ഉണ്ടായിരുന്നു പറയുന്നു. ആ പള്ളി പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ അവർ നശിപ്പിച്ചു കളഞ്ഞാണ് പള്ളി ഉണ്ടായിരുന്നു. പക്ഷെ ഷാംഗ്ല എന്നുള്ള വാക്ക് ഒരു സംശയമുണ്ട് കൊടുങ്ങല്ലൂരാണെന്നുള്ളത്. പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഷാംഗ്ല ഇൻ മിലിബാർ, മിലിബാറിന് മലബാറിന് മിലിബാർ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയ്ക്കും സിംഗള എന്നുള്ളൊരു വാക്ക് പണ്ട് ഉപയോഗിക്കണ്ടോ എന്ന് സംശയമുണ്ട്, ശ്രീലങ്കയ്ക്ക് പറയുന്നു. പക്ഷെ ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ അതിന്റെ ഒരു സുറിയാനി വാക്ക് എഴുതിയിരിക്കുന്നത് കോളഫോൺ കോഡെക്സ് അത് എഴുതിയിരിക്കുന്ന വാക്ക് പല വാക്ക് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. അതിനകത്ത് സുറിയാൻ എഴുതിയിരിക്കുന്നത് മാർ യാക്കൂബ് എപ്പിസ്കോപ്പ മെട്രോപൊളിറ്റോ വാ കൊയ്മോ വാ മദ്ബ്രോനോ ദ കുർസിയോ ദ കാദീശ. അപ്പൊ ഇവിടെ ദ കുർസിയോ ദ കാദീശ എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് മാർ യാക്കൂബ് എപ്പിസ്കോപ്പ എന്ന് പറയുന്ന മെത്രാപ്പൊലിത്ത ഈ കുർസിയോ ദ കാദീശ തോമസ് ലീഹായുടെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അപ്ഹോൾഡർ അല്ലെങ്കിൽ ചാർജ് ആൻഡ് ലീഡർ എന്ന് എഴുതിയിരിക്കുന്നത്. സുറിയാൻ എഴുതിയിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അങ്ങനെയാ വരുന്നത്. അത് എഴുതിയിരിക്കുന്നത് is about ഇത് എഴുതിയിരിക്കുന്നത് മോർ യബല്ലാഹ ഫിഫ്ത് കാത്തോലിക് പാട്രിയാർക്ക് ഓഫ് ടെസിഫോൺ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ഷാംഗ്ല ഇൻ ദ പ്രൊവിൻസ് ഓഫ് മിലിബാർ എഴുതിയെന്ന് പറയണം. അതായത് മോർ യബല്ലാഹ എന്ന് പറയുന്നത് 1300 കാലഘട്ടത്തില് നമ്മളുടെ ഗ്രിഗോറിയസ് ബാർബ്രായുടെ കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ കാത്തോലിക് പാട്രിയാർക്ക് ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് അവിടുന്ന് ഇന്ത്യയിൽ വന്ന മോർ യാക്കൂബ് അല്ലെ എപ്പിസ്കോപ്പെ ഇവിടുത്തെ കുർസിയോ ദ കാദീശ, കുർസിയ, ഈസ്റ്റേൺ സൈഡിൽ എഴുതുമ്പോൾ കുർസിയ എന്ന് എഴുതും, വെസ്റ്റേൺ സൈഡിൽ കുർസിയോ എന്ന് എഴുതും. അപ്പൊ ഈ ഒരു രേഖയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കാൻ എന്താണെന്ന് വെച്ചാല് ഈ ചർച്ച് ഓഫ് ഈസ്റ്റിലെ യബല്ലാഹ ദ ടർക്ക് എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹം സുറിയാനി പോലും അറിയാമുള്ള ഒരു ടർക്കിസ്ഥാനിലെ ഈസ്റ്റ് ടർക്കിമിനിസ്ഥാനിൽ ഉള്ള ആളായിരുന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ഈ ചർച്ച് ഓഫ് ഈസ്റ്റിന് വേണ്ടിയിട്ട് സക്കറിയ എന്ന് പറഞ്ഞ ഷെമ്മാച്ചൻ എഴുതിയ അദ്ദേഹത്തിന്റെ പ്രായത്തെ പറ്റി പറയുന്ന പോലെ തർക്കം പറയുന്നുണ്ട്. 14 വയസ്സുള്ള ഷെമ്മാച്ചനായിരുന്നു പറയുന്നത്. നമ്മൾ അതിനെപ്പറ്റി പോകുന്നില്ല. അതൊക്കെ അതുകൊണ്ട് പല ചരിത്രകാരന്മാരും അത് ഡിസ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ
ഈ അതിനുശേഷം പറഞ്ഞ എൻറ്റയർ ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയും, എൻറ്റയർ ഇന്ത്യ. അപ്പൊ അതിനകത്തൊക്കെ സംശയം വരുന്നത്, ഇതിനെപ്പറ്റി ചരിത്രന്മാർ ഒരു അനലൈസിസ് പറയുന്നത്, ഇത് ഈ 1301 മലബാറിൽ അല്ലെങ്കിൽ ഈ ചാങ്കള എന്ന് പറയുന്ന കുര്യാക്കോസ് അവിടെ എഴുതി വെച്ചാവാൻ വഴിയില്ല. ഇത് അതിനുശേഷം ഏതെങ്കിലും കാലഘട്ടത്തിൽ അവിടുന്ന് എഴുതി കൊണ്ടുവന്നാവാം എന്ന്. ഇത് വത്തിക്കാനിലേക്ക് സൂക്ഷിച്ചിട്ടുണ്ട്, ഈ രേഖകൾ വത്തിക്കാനിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കതിനകത്ത് ഒരു കാര്യം മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാല്, എന്തായാലും ഇന്ത്യയിലെ തോമാസ് ലീഹയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കുർസിയാത്ത ഖാദീശ എന്ന് പറയുമ്പോ അതിന് ത്രോണെന്നോ സീറ്റെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് അതിനൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ചരിത്രത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത് 1301 എഴുതിയ. പക്ഷെ എനിക്കതൊരു കാര്യം സംശയം വെച്ചാൽ 1301 കാലഘട്ടത്തില് മലബാറിലേക്കോ മലങ്കരയിലേക്കോ മോർ യാക്കൂബ് എന്ന പേരിലുള്ള ഒരു പിതാവ് വന്നിട്ടില്ല. അതിനെപ്പറ്റി പറയുന്നത് നമ്മുടെ ചരിത്രകാരന്മാർ ആരും ഒരു യാക്കൂബ് ആ സമയത്ത് വന്നായിട്ട് പറയുന്നില്ല. 1122 ഒരു യാക്കൂബ് വന്നായിട്ട് പറയുന്നുണ്ട്. 1221 ഒരു യോസേഫ് വന്നായിട്ട് പറയുന്നുണ്ട്. പിന്നെ 1285 ഒരു മോർ ഡേവിഡ്. പിന്നെ 1370 ഒരു യോഹന്നാൻ വന്നായിട്ടാ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പിതാക്കന്മാരിൽ ഈ പറഞ്ഞ 1301 ഇങ്ങനെ ഒരു മോർ യാക്കൂബ് മലങ്കരയിലെ ഒരു വന്നിട്ടില്ല. അപ്പോൾഡർ ഓഫ് ദ സീറ്റ് ഓർ ദ ത്രോൺ ഓഫ് ദ സെന്റ് തോമസ് ഇങ്ങോട്ട് വന്നിട്ടില്ല. മാത്രമല്ല യബല്ലാഹ പാത്രിയർക്കീസ് തോമസിന്റെ സെന്റ് തോമസിന്റെ ലെഗസി ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹം പിന്നെ വേറൊരാളെ ഒരു ത്രോണിലേക്ക് ഓതറൈസ് ചെയ്യുകയില്ല. അതിനും സാധ്യത കുറവാണ്. അപ്പൊ നമുക്ക് മലങ്കരയിലെ സഭയിലെ തോമാസ് ലീഹയുടെ ഒരു ബന്ധത്തെ ഒരു ശക്തമാക്കാനായിട്ട് ഒരു രേഖ, അത് 1301 എഴുതിയെന്നുള്ള കാര്യം പല ചരിത്രകാരന്മാരും അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത്, നമ്മുടെ മലങ്കരത്തിലുള്ള പല ചരിത്രകാരന്മാരും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അവരെല്ലാം തർക്കം പറഞ്ഞാണ് ഇതൊരു ഓതന്റിക് ഡോക്യുമെന്റ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. പക്ഷേ അത് ചർച്ച് ഓഫീസ് അങ്ങനെ എഴുതിയേക്കുന്നത് ഈ പറഞ്ഞ മോർ കുര്യാക്കോസിന്റെ ഷാങ്ല ഇൻ മിലിബാറിൽ വെച്ച് എഴുതി. അതിനകത്ത് യബല്ലാഹ, ഇതുകൊണ്ടൊക്കെ എന്നാ വെച്ചാൽ കണക്ട് ചെയ്യുമ്പോ ആ യബല്ലാഹ ആയിരുന്നു 1301 പാത്രിയർക്കീസ്. പക്ഷെ ഈ മോർ യാക്കൂബ് എന്ന് പറയുന്നത് ഈവൻ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലെ ഹെറാത്ത് ആൻഡ് സിജിസ്ഥാനില് ഈ നെസ്തോറിയൻ ചർച്ച് ഓഫീസിനും ഭദ്രാസനം ഉണ്ടായിരുന്നു. നമ്മുടെ സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്കും 2 ഭദ്രാസനം ഉണ്ടായിരുന്നു. അങ്ങോട്ട് കാലാകാലം നമ്മുടെ സുറിയാനി പാത്രിയർക്കീസ്മാരും മൈക്കിൾ റാബോയുടെ ബുക്കിൽ ക്രോണിക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് മെത്രാപ്പൊലിത്തെ വാഴിച്ചു വിടുന്ന പറയുന്നുണ്ട്. AD 870 തന്നെ ഒരു മെത്രാപ്പൊലിത്തെ വാഴിച്ചു വിടുന്ന കാര്യം പറയുന്നുണ്ട്. ഒരു അദ്ദേഹം മോർ കുര്യാക്കോസ് അദ്ദേഹം പോകാൻ തയ്യാറാവാത്തതുകൊണ്ട് അതിന് പകരം മോർ ഗബ്രിയേലിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാട്ടൊക്കെ പറയുന്നു. നമ്മള് ബാർബ്രയൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയെ പറ്റിയാ. അപ്പൊ ഈ പറയുന്ന മോർ യാക്കോബിന് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ആണോ അതെയോ ഇനിയിപ്പോ ശ്രീലങ്കയാണോ, മലബാറിലേക്ക് ആരും വന്നിട്ടില്ല ആ സമയത്ത്. അതുകൊണ്ട് ഇതൊരു നമുക്ക് കൺക്ലൂഡ് ചെയ്യാനോ നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ചരിത്രരേഖയായിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ട് കോളഫോൺ കോഡെക്സിനെ പറ്റി. കാരണം നമ്മൾ പല ചരിത്രകാരന്മാരും അപഗ്രഥിച്ച് പഠിച്ചൊരു വിഷയമായതുകൊണ്ട് നമ്മള് ഈ ഒരു തോമാസ് ലീഹയെ പറ്റി രേഖപ്പെടുത്തിയ ഒരു ഇൻഡിക്കേഷൻ വന്നുകൊണ്ട്, കാരണം ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ കൊയ്മോ എന്നുള്ള വാക്കിന്റെ അർത്ഥം അപ്ഹോൾഡർ എന്നുള്ള വാക്ക്, അതായത് ഈസ് അപ്ഹോൾഡർ ആൻഡ് ലീഡർ ഓഫ് ദ കുർസിയാത ഖാദീശ സെന്റ് തോമസ് മോർ തോമസ് ലീഹു. അപ്പൊ കുർസിയാത ഖാദീശ എന്ന് പറയുമ്പോ ഖാദീസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അച്ഛൻ അറിയാമല്ലോ, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. കാരണം അത് സിഹായോ അല്ലെ ഖാദീശോ എന്ന് പറയുമ്പോൾ അതിന്റെ ആ കുർസിയ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അപ്പോ ആ ഒരു രേഖയുടെ ഒരു ഓതന്റിസിറ്റി ഇതാണ്. ഈ ചരിത്ര രേഖ നമ്മൾക്ക് പരിപൂർണമായിട്ടും നമുക്ക് അതിനെപ്പറ്റി വിശ്വസിക്കാൻ, അതിനെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. വിശ്വസിക്കാൻ കൺഫേം ചെയ്യാൻ പറ്റില്ല. അതിനെപ്പറ്റി ചരിത്രകാരന്മാർ ഇങ്ങനെ ഡിസ്പ്യൂട്ട് പറഞ്ഞുകൊണ്ട് ഈ ഒരു കോളഫോൺ കോഡെക്സ് ആ കാലഘട്ടത്തിൽ എഴുതിയതാണോ അതിനുശേഷം എന്തെങ്കിലും എഴുതിയതാണോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്തായാലും ചരിത്രരേഖ ഇപ്പൊ എന്തായാലും വത്തിക്കാൻ ലൈബ്രറിയിലുണ്ട്. അതിന്റെയൊക്കെ ഫോട്ടോ ഒക്കെ നെറ്റിലേക്ക് അവൈലബിൾ ആണ്. അത് കിഴക്കൻ സുറിയാനിൽ എഴുതിയിരിക്കുന്നത്, പാശ്ചാത്യ മദ്രഹ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതാണ്. അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും ഒരു കാര്യമുണ്ട്, ഇതിനകത്തും ഈ പറഞ്ഞ തോമാസ് ലീഹയുടെ ദ ഹോളി സീ ഓഫ് സെന്റ് തോമസിന്റെ അപ്ഹോൾഡർ അല്ലെങ്കിൽ അതിന്റെ കസ്റ്റോഡിയൻ എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് അവിടെയും അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഓതന്റിസിറ്റിയെ പറ്റി പല ചരിത്രന്മാരും സംശയം പറഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് തൽക്കാലം ആ ഒരു ടോപ്പിക് അവിടെ നിർത്താം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരെ വരുന്നിടത്തെങ്ങും നമ്മൾ ഈ ത്രോൺ ഓഫ് സെന്റ് തോമസ് എന്ന് പറയുന്ന ഇന്ന് കാണുന്ന ഒരു സ്ട്രക്ചറിലുള്ള ഒരു സിംഹാസന കൺസെപ്റ്റിനെ പറ്റി നമ്മൾ ഇവിടെ കാണുന്നില്ല. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അതിനെപ്പറ്റി പറയുന്നത് നമ്മളിപ്പോ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ കുർസിയാത ഖാദീശ എന്ന് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഈ കൊയ്മോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ, ഈ കുർസിയോ എന്നുള്ള വാക്കിന് മുമ്പ് കുർസി എന്നുള്ള വാക്കിന് ഹിന്ദിയില് അല്ലെ ഉറുദുവില് പേർഷ്യനില് എല്ലാം ഒരു മീനിങ്ങും ഉള്ളൂ. പക്ഷെ
ഈ അതെ കുർഷിയോദ ഖാദിശ, കുർഷിയോദ സ്ലീഹോയോ എന്നൊക്കെ പറയുമ്പോൾ അതിന് മുമ്പും പിമ്പും ചേർക്കുന്ന വാക്കുകളുടെ സുറിയാനി, കിഴക്കും പടിഞ്ഞാറൻ സുറിയാനിക്ക് അത് ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഇന്റർപ്രിട്ടേഷൻ അത് വരുന്ന വ്യത്യാസം ഇത് ആർക്കും എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രിറ്റ് ചെയ്യാം. അപ്പൊ അതെ ഇവർ ഈ അതെ അതെ കൊയ്മോ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ കൊയ്മോ എന്നുള്ള വാക്കും ലീഡർ എന്നുള്ള വാക്കാണ് ലീഡർ, പിന്നെ ലീഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അതെ ആ അവിടെ ഉം, ഉദ്ദേശിക്കുന്നത് അപ്പൊ ചർച്ച് ഓഫീസിന്റെ പാത്രിക്കീസിന്റെ കാലഘട്ടത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആള് നോർത്ത് വെസ്റ്റേൺ ഉം, ചർച്ച് ആയാലും ഈവൻ ഇന്ത്യയിലെ ഏത് ഭാഗത്തുള്ള ചർച്ച് ആയാലും അത് സുറിയാനി ഓർത്തഡോക്സ് സഭ ആയാലും അവരുടെ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു മഫ്രിയാൻ അല്ല അവരുടെ ഗവർണർ ഉം, അപ്പോർഡ് ഓഫ് ദ ബിലീഫ് ഓഫ് ദ ഹോളി സീ ഓഫ് സെയിന്റ് തോമസ് എന്നുള്ള ഉം, കൺസെപ്റ്റിൽ അണ്ടർസ്റ്റാൻഡ് നമുക്ക് അതിനെ എടുക്കേണ്ടി വരും. ഉം, ഉം. ഈ അത് ഇതിനായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം ഞാനൊന്ന് ചോദിക്കാനായിട്ടുള്ളത് നമ്മുടെ ഈ പാട്രിയാർക്ക് ഇഗ്നേഷ്യസ് ഡേവിഡ് ഷായുടെ ഒരു ഇലക്ഷനെ സംബന്ധിച്ചുള്ള ഒരു ഇത് താങ്കൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെപ്പറ്റി താങ്കളുടെ ഈ പോയിന്റ്സ് അത് റെഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് വിശദമാക്കുക. ഈ എന്താണ് അവിടെ ഈ സെന്റ് തോമസിന്റെ സിംഹാസനത്തിൽ നിന്നുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു സംഭവം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. നമ്മൾ അടുത്ത പോയിന്റ് ആണ് അതിനെപ്പറ്റി പറയുന്നത്. ഒരു ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഏണസ്റ്റ് ഹോണിങ്മാൻ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ, അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ ഒരു രേഖ വത്തിക്കാൻ ലൈബ്രറിയിലുണ്ട്. അതിനകത്ത് 1581 പരിശുദ്ധ പാത്രിക്കീസ് ഡേവിഡ് ഷായുടെ സ്ഥാനാരോഹണ സമയത്ത് ആ സുന്നോദോസിനകത്ത് കൂടിയ 12 പേരിനകത്ത് ആദ്യം ഒപ്പുവെച്ചിരിക്കുന്നത് കിഴക്കിന്റെ മഫ്രിയാനോ ആണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ കാത്തോലിക്കോസ് ഓഫ് ഈസ്റ്റ് occupying the throne of Catholic of East of the throne of Saint Thomas in East in India, in East and India. ഒന്നാമത് പറയാം, the Catholicos of East of the throne of Saint Thomas in East and India എന്ന് പറഞ്ഞ് ഒപ്പുവെച്ചേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു ലാറ്റിനിലുള്ള വാക്കാണ് എഴുതിയിരിക്കുന്നത്. ബെസോരിയോസ് കാത്തോലിക്കോസ് ഓറിയന്റിസ് എറ്റ് ഇൻഡൈ സെഡ് സിൽ സാങ്ക്ടി തോമസ് അപ്പോസ്റ്റോലി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്തൊരു അതിനെപ്പറ്റി പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ദ കോൺവെന്റ് ഓഫ് ബർസോമ ആൻഡ് ദ ജാക്കബിറ്റ് പാട്രിയാർക്ക് ഓഫ് അന്റിയോക്ക് ഇൻ സിറിയ. അത് എനിക്ക് ഒരു എന്റെ ഒരു സുഹൃത്ത് മലങ്കര ഓർത്തഡോക്സിന്റെ സുഹൃത്ത് ഷെയർ ചെയ്ത ഒരു ഇതാണ് ഈ പുസ്തകത്തെ പറ്റി പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു അർത്ഥം നമ്മൾ ഒരു ലാറ്റിനിൽ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ലാറ്റിനില് സെഡസ് എന്ന വാക്കാണ് സീറ്റ് എന്നുള്ള വാക്കിന്റെ മീനിങ്, സെഡസ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് SCD മാത്രം എഴുതിയിരിക്കുക. അപ്പൊ ഇത് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ SCD എന്നുള്ള വാക്ക് നമ്മൾ ലാറ്റിനിലൊരു കുറച്ച് പാണ്ഡിത്യമുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ ഇതിനെ പല രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യാം. സെഡ് എന്നുള്ള വാക്ക് ഒരു പ്രിപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആൻഡ് യെറ്റ് അല്ലെങ്കിൽ ഇൻഡീഡ് എന്നുള്ള അർത്ഥം വരാം. പക്ഷെ അതൊരു നൗൺ ആയിട്ട് വരുവാണെങ്കിൽ അതിനെ സീറ്റ് എന്ന് ഡിഫൈൻ ചെയ്യാം. വെർബായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഹോളി സീ എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഇതിനെ നമുക്ക് ഏതിലും ഇന്റർപ്രിറ്റ് ചെയ്യാവുന്ന ഒരു വാചകമാണ്. പക്ഷെ ഈ സെഡസ് എന്നുള്ള വാക്കിന് അവിടെ ഒരു കോമ കൊടുത്ത എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും ചെറിയൊരു വാക്കിന് ഒരു ലോങ് ടെസ്റ്റ്, നമ്മളിപ്പോ അപ്രോക്സിമേറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് നമ്മൾ അപ്രോക്സിമേറ്റ് ഡോട്ട് ഇടും എന്ന് പറയുന്ന പോലെ ഈ സെഡ് എന്ന വാക്കിന്റെ അടുത്ത് അവിടെ ഒരു ഡോട്ട് അല്ലെങ്കിൽ ഒരു കോമ കൊടുത്തതിന്റെ ഒരു സംശയം ഉണ്ട്. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു രേഖയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത് ബെസേലിയോസ് കാത്തോലിക്കോസ് ഓറിയന്റ്, അതായത് ഈസ്റ്റ് ആൻഡ് ഇന്ത്യ. കാരണം കിഴക്കിന്റെ മൊത്തം അപ് ടു ദ ഇൻഹാബിറ്റഡ് വേൾഡിനകത്തുള്ള ഒരു മഫ്രിയാനേറ്റിന്റെ അധികാര പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് നിക്കാ സുന്നോസിന് ശേഷമുള്ള ഒരു നമ്മുടെ ഒരു പാരമ്പര്യം. പക്ഷെ എങ്കിൽ പോലും ഇത് ഈ ഒരു വാക്ക് എന്റെ ഇന്റർപ്രിട്ടേഷൻ ഹോളി സീ ഓഫ് സെന്റ് തോമസ്, ബെസേലിയസ് കാത്തോലിക്കോസ് ഓഫ് ഈസ്റ്റ് ആൻഡ് ഇന്ത്യ ഓഫ് ദ ഹോളി സീ ഓഫ് സെന്റ് തോമസ് എന്നുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ് പല ലാറ്റിൻ ആൾക്കാരും വേറെ രീതിയിൽ പറഞ്ഞത്. പക്ഷെ ഇത് നൗൺ ആയിട്ട് വന്നു കഴിയുമ്പോൾ ഓഫ് ദ ഹോളി സീറ്റ് ഓഫ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമോ എന്നുള്ള കാര്യവും പലരും സംശയം. എന്തായാലും ഇദ്ദേഹം എഴുതിയിരിക്കുന്ന വാക്കിന്റെ കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ SCD എന്നുള്ള വാക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ലാറ്റിനിൽ പാണ്ഡിത്യമുള്ള ആളല്ലാത്തതുകൊണ്ടും ഇത് ലാറ്റിനിൽ പണ്ഡിതന്മാരായ ആൾക്കാർക്ക് ഇന്റർപ്രിറ്റേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. പക്ഷെ എന്തായാലും പൗലോസ് മാർ ഗ്രിഗോറിയോസ് ശ്രീമേൻ അദ്ദേഹത്തിന്റെ ഗ്രിഗോറിയൻ ചിന്തകളില് ഇത് തോമാസിയുടെ സിംഹാസനം തന്നെയാണെന്ന് അദ്ദേഹം 1970 ക്ലെയിം ചെയ്ത് അദ്ദേഹം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് ചരിത്രം ഈ പറഞ്ഞ ചെകഞ്ഞു പോകുമ്പോൾ നമ്മൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ലെഗസി കണ്ടുപിടിക്കുക എന്നുള്ള ആവശ്യത്തോടെ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ടുപിടിക്കുകയും ഇങ്ങനെയുള്ള കാര്യം വരികയും ചെയ്യും. നമ്മൾ അതിനകത്ത് കുറ്റം പറയേണ്ടത് ഒരു ചരിത്രകാരന്മാരുടെ സ്വാതന്ത്ര്യത്തിന്റെ അവകാശമാണ്. നമ്മളിപ്പോ അതൊരു ഇന്റർപ്രിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഈ വാക്ക് പറഞ്ഞത് മാത്രമേ. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതല്ല. ഇതിനകത്ത്
ഈ വെസ്റ്റേൺ ചരിത്രകാരന്മാരെല്ലാം പലപ്പോഴും നമ്മുടെ സുറിയാനിയെ പറ്റി ചരിത്രകാരന്മാരെ പറ്റി ചരിത്രം പറയുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ പലപ്പോഴും അവർക്ക് ചില കൺഫ്യൂഷൻസോ എറേഴ്സ് സംഭവിച്ചിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം നമ്മുടെ സമയം കൂടുവാണ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. 1576 പാത്രിക്കീസ് നേമത്തുള്ള എന്ന് പറയുന്ന പാത്രിക്കീസ് ആയിരുന്നു സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പാത്രിക്കീസ്. അദ്ദേഹം തുർക്കിയിലെ മർദീൻകാരനാണ്. അദ്ദേഹം അവിടുത്തെ ഒരു വലിയ പണ്ഡിതനായിരുന്നു. ഈ നേമത്തുള്ള പാത്രിക്കീസിന്റെ കാലത്ത് അദ്ദേഹം ഈ ഞാൻ പറഞ്ഞില്ലേ പാത്രിക തുറാബ്ദിനുമായിട്ടുള്ള ഡിസ്പ്യൂട്ട് വരെ പരിഹരിച്ച പാത്രിക്കീസാണ്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം എന്ന് പറയുന്നത് അദ്ദേഹം ഗ്രിഗോറിയോസ് ബാലബ്രായക്ക് ശേഷം സുറിയാനി സഭകളുടെ ഏറ്റവും വലിയ പണ്ഡിതനാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ വളരെ മനഃപൂർവ്വം അവിടെ ഒരു ഡയറക്ടി അലിഗേഷനില് ഒരു മതനിന്ദയുടെ പേരിൽ പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം ഉപേക്ഷിച്ചിട്ട് സിവാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ മൊണാസ്ട്രി പോയിട്ട് അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി 1576. അപ്പോ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം അതൊരു വലിയ ചരിത്രമാണ്. അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്യാനുള്ളത്, അദ്ദേഹത്തെ പറ്റി അവിടുത്തെ വലിയ സ്കോളേഴ്സ് പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയും. ആ സമയത്ത് അന്നത്തെ മഫ്രിയാനോ ആയിരുന്ന ആള് അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരനായിരുന്ന ബസേലിയോസ് ഡേവിഡ് ഷായാണ്. മൊസൂളിലെ മഫ്രിയാനോ ആയിരുന്നു. ബസേലിയോസ് ഡേവിഡ് ഷാ ഏതാണ്ട് ഒരു 10 മാസത്തോളം, ഒരു വർഷത്തിന് താഴെ അവിടുത്തെ മഫ്രിയാനായിരുന്നു. അദ്ദേഹത്തെ 1576 പാത്രിക്കീസായിട്ട് സിനഡ് വാഴിച്ചു. 76. അപ്പൊ ഈ പറഞ്ഞ ഹോണിങ്മാൻ പറയുന്ന രേഖപ്പെടുത്തിയത് 1581. ഓക്കെ, അതായിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ അത്. 1576 ഈ ഡേവിഡ് ഷായെ പാത്രിക്കീസ് എലക്ട് ചെയ്തു. നേമത്തുള്ള അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനാണ്. കാരണം നമ്മുടെ സുറിയാനി സഭയില് വളരെ ചുരുക്കമായിട്ട് എനിക്ക് തോന്നുന്ന ഒരേ ഒരു ഇൻസിഡന്റ്, 2 സഹോദരന്മാര് പാത്രിക്കീസ് അയക്കുന്ന ഒരേ ഒരു ഇൻസിഡന്റ് ഇതായിരിക്കും. കാരണം ഇതുകൊണ്ട് ഈ ചരിത്രം എനിക്ക് ഓർമ്മ വരാൻ കാര്യം നേമത്തുള്ളയും ഡേവിഡ് ഷായും സഹോദരന്മാരായിരുന്നുകൊണ്ടാണ് ഓർമ്മ വന്നത് എനിക്ക്. ഈ ഡേവിഡ് ഷാ പാത്രിക്കീസ് ആയത് മാത്രമല്ല, അതിനുശേഷം 1577 ആയപ്പോഴത്തേക്കും നേമത്തുള്ള അവിടുന്ന് റോമിൽ പോയി അദ്ദേഹമാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടാക്കാനൊക്കെ അവരോട് സഹകരിച്ച പണ്ഡിതനായിട്ടുള്ളതാണ്. സുറിയാനി സഭ നിന്നായിരുന്നെങ്കിൽ നമ്മുടെ സുറിയാനി സഭയുടെ കാനൂനുകളൊക്കെ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് കൊണ്ടുപോയി അവിടെ റോമിൽ എത്തിച്ചതും അദ്ദേഹമാണെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷെ നമുക്ക് ആ ചരിത്രം നിൽക്കട്ടെ. 1577 ഈ പാത്രിക്കീസ് ഡേവിഡ് ഷാ അമീദില്, അതായത് ഡയർബേക്കിലെ സെന്റ് മേരീസ് പള്ളി വെച്ച് മൂറോൺ കൂദാശ ചെയ്തതായിട്ട് ഇഷ്കന്ദർ ബേഷരിയുടെ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സിറിയൻ പാട്രിയാർക്ക് ഓഫ് 16th and 18th സെഞ്ചുറീസ് എന്ന ബുക്കിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1576 ഇദ്ദേഹം പാത്രിക്കീസായിട്ട് വാഴിക്കുന്നു. അദ്ദേഹം 1577 മൂറോൺ കൂദാശ ചെയ്യുന്നു. അതുകൂടാതെ 1579 ഈ പാത്രിക് ഡേവിഡ് ഷാ ഒരു സിനഡ് വിളിച്ചു കൂട്ടുന്നു. അത് പരിശുദ്ധ യുഹാനോൻ ദോലാബാനയുടെ പാട്രിയാർക്കൻ ഓൺ സിറിയൻ ഓർത്തഡോക്സ് ഫോൺ അന്ത്യോക്യൻ എന്നുള്ള പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിനുള്ള പരിശുദ്ധ പാത്രിക്കീസ്മാരുടെ ചരിത്രം ഏറ്റവും ഓതന്റിക് ചരിത്ര പുസ്തകം ഫിലക്സിനോസ് യുഹാനോൻ ദോലാബാനയുടെ ചരിത്ര പുസ്തകമാണ്. അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയാണ്. അദ്ദേഹം 1577 സ്ഥാനം എടുത്തുന്നു. 1577 ഈ പറഞ്ഞ സിനഡ് നടത്തുന്നു, മൂറൻ കൂദാശ നടത്തുന്നു. 1579 അദ്ദേഹം സിനഡ് വിളിച്ചു കൂട്ടും പറയുന്നുണ്ട്. അപ്പൊ ഇതിന് ശേഷമാണ് ഈ പറഞ്ഞ ഹോണിങ്മാൻ കണ്ടുപിടിച്ച 1584 സിനഡ് പോലും വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ രേഖയാണ് മലങ്കര. അതാണ് നമ്മുടെ ഇതിനകത്ത് ഈ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അത് ചൂണ്ടിക്കാണിച്ചേക്കുന്നത് ഈ ഹോണിങ്മാന്റെ ഇതിനെ പറ്റിയാണ്. പക്ഷെ അതിന് അദ്ദേഹം പറഞ്ഞ വർഷത്തിനേക്കാൾ, അതായത് ഈ ഡേവിഡ് ഷായുടെ പട്ടംകുട നടന്നു എന്ന് പറയപ്പെടുന്ന വർഷത്തിന്റെ ഒരു 6 വർഷം മുമ്പ് അത് ഓൾറെഡി പാത്രിയാർക്കീസ് ആയിട്ട് നടത്തിയ കാര്യങ്ങളിൽ തെളിവുകൾ വേറെ ഒത്തിരി ഉണ്ട് അല്ലേ? അത് പറയുന്ന മിനിറ്റ്സിനകത്ത് അദ്ദേഹം പറയുന്ന നമ്മളാ ഒരു ലാറ്റിനിലുള്ള ഇതിനകത്ത് കാണിക്കുന്ന രണ്ടാമത്തെ പേര് ഗ്രിഗോറിയോസ് ഓഫ് യെറുസലേം ഒപ്പിട്ടാണ് കാണിച്ചാണ്. ആദ്യം ഒപ്പിട്ട മഫ്രിയാനോ. അത് കാരണം മഫ്രിയാനോ തന്നെയാണ് അപ്പോഴും അതിന്റെ സിനഡിനെ വഹിക്കാൻ കാരണം. ഈ മഫ്രിയാനോ തന്നെയാണ് പാത്രിക്കീസ് ആയത്. കാരണം വലിയൊരു സിംഹാസനത്തിന്റെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള മഫ്രിയാനോ വേറൊരു സിംഹാസനത്തിന്റെ കസ്റ്റോഡിയൻ പാത്രിക്കീസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഉദ്ദേശം അപ്പൊ അവിടെ തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് അതൊരു ഇച്ചിരി ഒരു വേറൊരു രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്കിലും ഞാൻ പറയുവാണ്, അതായത് ഈ ബസേലിയോസിനേക്കാൾ ഈക്വലന്റോ ഇല്ലെങ്കിൽ അതിനേക്കാൾ താഴെ ഒരു സ്ഥാനമാണ് ഇഗ്നാത്യോസ് ആണെങ്കിൽ ഇദ്ദേഹം ബസേലിയോസ് ആയിരുന്നു നാളെ ഇഗ്നാത്യോസ് ആകാൻ പോകേണ്ട കാര്യമില്ലല്ലോ ഈക്വൽ ആണെങ്കിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇഗ്നാത്യോസ് എന്നുള്ളത് മുകളിലത്തെ ഒരു സ്ഥാനം ആയതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ
താഴത്തെ സ്ഥാനിയായിരുന്ന ആള് ഒരു ഗോളി മുകളിലോട്ട് കയറി, അതായത് ബെസേലിയോസ് എന്ന് പറയുന്ന മഫ്രിയാനോ ആയിരുന്ന ആള് പാട്രിയർക്ക് ആകാനായിട്ട് പോയി എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു പാത്രിയർക്കീസും കാതോലിക്കോസും തമ്മിലുള്ള ആ സ്ഥാന വ്യത്യാസത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും അല്ലേ? അല്ല, അതിപ്പോ നമ്മുടെ സുറിയാനി സഭയുടെ ചരിത്രത്തില് ഗ്രിഗോറിയസ് ബാർബ്രായ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തോമസ് ലിയോ ഈസ് എ ചീഫ് പ്രീസ്റ്റ് ഓഫ് ദ ഈസ്റ്റ്. അതേ ബാർബ്രയുടെ ക്രോണിക്കലിൽ 1-ാം ക്രോണിക്കൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ദ ഓൾഡ് ടെസ്റ്റമെന്റ് സെയിന്റ് പീറ്റർ ദ ചീഫ് പ്രീസ്റ്റ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ബാർബ്രായ തന്നെ പറഞ്ഞേക്കണം. ഇതൊന്നും ഞാനും അച്ഛനും ഇരുന്നുണ്ടാക്കിയ ചരിത്രമല്ല ഇത്. ഗ്രിഗോറിയസ് ബാർബ്രായ മൈക്കൽ റാബോ എഴുതിയിരിക്കുന്നതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ചീഫ് പ്രീസ്റ്റ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റും തോമസ് ലിയോ ചീഫ് പ്രീസ്റ്റ് ഓഫ് ദ ഈസ്റ്റും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആ ഒരു ഡിസ്കഷനിലേക്ക് പോകണ്ട വെച്ചാൽ അതിനകത്ത് പറയുന്നത് മഫ്രിയാനോയുടെ സ്ഥാനത്തെ പറ്റി ബാർബ്രായ പറഞ്ഞേക്കുന്നത്, ഈ ഒരു സ്ഥാനത്തിന്റെ മഹിമ, തോമസ് ലിയോയുടെ സുവിശേഷം അറിയിച്ച സ്ഥാനത്തിന്റെ മഹിമ നമ്മൾ പറയുമ്പോൾ, പ്രസ്റ്റീജിയസ് സ്റ്റാറ്റസ് പറയുമ്പോൾ, അവിടുത്തെ മഫ്രിയാനോമാര് പലരും അന്നത്തെ കാലത്ത് പാത്രിക്കീസ് ആയിട്ടുണ്ട്, അതിന് മുമ്പ് പാത്രിക്കീസ് ആയിട്ടുണ്ട്. കാരണം അവര് മഫ്രിയാൻ എന്ന് പറയുന്ന ഒരു ഗവർണർ അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ നേമത്തുള്ളയും ഡേവിഡ് ഷാ എല്ലാം മർദീൻകാരാണ്. മർദീൻ എന്ന് പറയുന്നത് പാട്രിയാർക്കിന്റെ ആസ്ഥാനമായിട്ടുള്ള കുർക്കുമദോനയുടെ അടുത്തുള്ള ടൗണാണ്. അപ്പൊ അവിടുന്നുള്ള ആളാണ് കിഴക്കിന്റെ മഫ്രിയാനുമായിട്ട് മൊസൂറിലേക്ക് പോയിരിക്കുന്നത്. ആ സമയത്ത് നേമത്തുള്ളയ്ക്ക് ശേഷം ഡേവിഡ് ഷാ പാത്രിക്കീസ് ആയിരുന്ന സമയത്ത് അദ്ദേഹം അങ്ങോട്ട് എലവേറ്റഡ് പൊസിഷൻ നമുക്ക് കൂട്ടിയാൽ മതി. നമ്മളിപ്പോ അതിനെപ്പറ്റി നമ്മളിപ്പോ ഒരു സ്ഥാനത്തിന്റെ മഹിമ പറ്റി കുറച്ച് കാണുമോ അത് എന്നുള്ള പറയില്ല, നമ്മുടെ ചർച്ച വിഷയമല്ല. നമ്മുടെ അകത്ത് തോമസ് ലിയയുടെ ഈ സ്ഥാനത്തെ പറ്റി പറയുന്ന ചരിത്രകാരന്മാരുടെ ഈ ഓതന്റിക് രേഖ, അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ രേഖയെ പറ്റി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്ന പല ഓതന്റിക് റെഫറൻസിന്റെയും ഷോർട്ട് ഫോൾസ് നമ്മൾ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് പാരലായിട്ട് 1976 ഓൾറെഡി ഇദ്ദേഹം പാത്രിക്കീസ് ആയി. അപ്പൊ 5 വർഷത്തിന് ശേഷം പിന്നെ സിനഡ് കൂടിയിട്ട് ഒരു മിനിറ്റ്സ് രേഖപ്പെടുത്തും എന്നുള്ള കാര്യം ഞാൻ ഒരു ചരിത്രം, നമ്മളിപ്പോ മർദീനിലെ ഗബ്രിയൽ അച്ഛനോട് ചോദിച്ചു, ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് അങ്ങനെ ഒരു 1983 പറയുന്നില്ല. ദോലാബാനിയുടെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇന്നിപ്പോ പരിചയമുള്ള ആൾക്കാർ കുറവാണ്, 2-3 പേരെ അടുത്ത് നമ്മൾ പോകുന്നത്. അപ്പോ ഞാനിപ്പോ അത് പറഞ്ഞാണ്, കാരണം ഇതിന്റെ ഒരു ഓതന്റിസിറ്റി ആണ്. നമ്മളീ പറഞ്ഞ എല്ലാ ചരിത്ര രേഖകളുടെ ഓതന്റിസിറ്റി നോക്കുമ്പോഴത്തേക്കും ഇതിനെ ഒരു ഷോർട്ട് ഫോൾ ഉണ്ട് എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി ആ ലാറ്റിൻ വേർഡിനകത്ത് ഷോർട്ട് ഫോൾ ഉണ്ട്. അത് പ്രൊപ്പോസിഷൻ ആണോ നൗൺ ആയിട്ടാണോ വെർബായിട്ടാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും സംശയമാണ്. അത് ബസേലിയസ് കാത്തോലിക്കസ് ഓഫ് ഇൻഡീഡ് ദ ഹോളി സീ ഓഫ് സെന്റ് തോമസ് ആവാം, ബസേലിയസ് കാത്തോലിക്കസ് ഇൻഡീഡ് ദാറ്റ് ഈസ് ഓഫ് സെന്റ് തോമസ് ചർച്ച് എന്നാവാം, അല്ലെങ്കിൽ ഇത് ഹോളി സീറ്റ് ഓഫ് സെന്റ് തോമസ് എന്നാവാം. എങ്ങനെ വേണമെങ്കിലും ഇത് ആർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന ഒരു വാചകം. പക്ഷേ നമ്മുടെ നാട്ടിലെ ചരിത്രകാരന്മാർ അതിനെ ഹോലി ത്രോൺ ആക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ അതിന്റെ ആവശ്യമുണ്ട്, അവരങ്ങനെ ചെയ്തു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതല്ല. നമ്മളെ സംബന്ധിച്ച് ഡേവിഡ് ഷാ 1976 പാത്രിക്കീസ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി ലാറ്റിനിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് തെറ്റുപറ്റി. ഈ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ആവുമ്പോ ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം എനിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച മുമ്പോട്ട് മാറിപ്പോ ഞാൻ പറയുമ്പോ. പക്ഷെ ഒരു സിനഡിന്റെ മിനിറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് 1981 1990 തന്നെയാണോ നോക്കണം കേട്ടോ. കാരണം 1991 ഡേവിഡ് ഷായുടെ കാലഘട്ടം തീരുന്നത്. ഇവര് പറഞ്ഞേക്കുന്നത് ഡേവിഡ് ഷായുടെ പാത്രിക്കീസ് ആയ സമയത്ത് എഴുതിയേക്കുന്നത്. അപ്പൊ ഡേവിഡ് ഷായുടെ കാലത്തിന് ശേഷം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് തർക്ക വിഷയം ഇതല്ല. ഇതിന്റെയൊക്കെ ഒരു നമുക്കുള്ള ഒരു ഷോർട്ട് ഫോൾസ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് മാത്രമേ. അല്ല, ഇതിനകത്തൊരു വലിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ചരിത്ര രേഖകളെ വെച്ചിട്ട് ഇതിനെപ്പറ്റി നമ്മുടെ എല്ലാ നാട്ടിലുള്ള ആളുകൾ ഇതിനെപ്പറ്റി കാര്യമായിട്ട് പഠിക്കാത്തതുകൊണ്ടുള്ള ഒരു കുഴപ്പമാണ്. ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അതെ ഇതിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ പുറകെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പം താങ്കൾ ഇത് തിരുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ കേൾക്കുന്ന ഒരു പ്രേക്ഷകർക്കും ഇത് മനസ്സിലാകത്തില്ല. ഇത്രയും വലിയൊരു എന്താണ് അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ശ്രദ്ധയിൽപ്പെടുത്തില്ലായിരുന്നു. വളരെ നല്ലൊരു ഇത് തന്നെയാണ് താങ്കൾ ഉന്നയിച്ചതും ചൂണ്ടിക്കാണിച്ചതും. നമ്മുടെ സമയം ഇങ്ങനെ 10 മണിയാവുന്നു. അപ്പൊ നമുക്ക് ഇനിയും ഒരു പോയിന്റ് കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഉണ്ടോ? ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള ഒരു 7-8 റെഫറൻസ് പോയിന്റ്സ് ഉണ്ട് അപ് ടു. അപ്പൊ അടുത്ത പോയിന്റ് എന്ന് വെച്ചാല് 1653 ശേഷം നമ്മളുടെ ആർക്കിദേവക്കന്മാര് മർത്തോമ എന്നുള്ള ടൈറ്റിൽ ഉപയോഗിച്ച് തുടങ്ങി. അതൊരു റെഫറൻസ് ആണ്, മർത്തോമ എന്നുള്ള ടൈറ്റിൽ ഉപയോഗിച്ച് തുടങ്ങി. അപ്പൊ നമ്മൾ ആ ഒരു പോയിന്റ് പറഞ്ഞപ്പോ 1653 വരെയുള്ള റെഫറൻസ് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ നിർത്താം. പിന്നെ വേറൊരു എപ്പിസോഡിനകത്ത് നമുക്ക് ബാക്കിയുള്ള റെഫറൻസ് പോയിന്റ് ഈ സെന്റ് തോമസിനെ പറ്റിയുള്ള ഹിസ്റ്റോറിക് റെഫറൻസ് നമുക്ക് സംസാരിച്ചു തീർക്കാം. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 7-ാം നൂറ്റാണ്ട് മുതലുള്ള നമ്മളുടെ ഒരു നാട്ടിലെ സെന്റ് തോമസ് ലെഗസിയുടെ ഒരു ഡെവലപ്മെന്റും
14-15 നൂറ്റാണ്ടിൽ ഇത് വളരെ പീക്കായിട്ട് വന്നിട്ട് അതിനെപ്പറ്റി ചരിത്രകാരന്മാർ പറയുന്നത് സെയിന്റ് തോമസ് ട്രഡീഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ട് 1599 ഉദയംപേരൂർ സുന്നോസിനകത്ത് തീരുമാനിച്ചത് ഈ സെയിന്റ് തോമസ് ട്രഡീഷൻസ് ഒരു നോൺ റിലവന്റ് ആയിട്ടുള്ള ഒരു ട്രഡീഷൻ ആണെന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഡിസിഷൻസ് ആണ് സുന്നോസ് തീരുമാനിച്ചത് അലക്സ് ടി മെനസിന്റെ കാലഘട്ടത്തിലെ കത്തോലിക്കരുടെ പോർച്ചുഗീസുകാർ സമയത്ത്. പക്ഷെ നമ്മുടെ അന്നത്തെ പിതാക്കന്മാര് സെയിന്റ് തോമസിന്റെ ലെഗസിയും ട്രഡീഷനും വളരെ ശക്തമായിട്ട് വിശ്വസിച്ചു വരുന്ന ഒരു സുറിയാനി സമൂഹത്തിന്റെ അടുത്തേക്ക് ഇത് പറയുമ്പോൾ അത് അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് സെയിന്റ് തോമസ് ട്രഡീഷൻ, കാരണം ഇവിടെ തോമാസ് ലീഹ സുവിശേഷം അറിയിച്ച തോമാസ് ലീഹയുടെ ഒരു പാരമ്പര്യം പിന്തുടരുന്ന ഒരു മലങ്കര സഭയിലെ സുറിയാനി വിശ്വാസികൾക്ക് ആ ഒരു ട്രഡീഷൻസ് നോൺ റിലവന്റ് ആയിട്ട് പറഞ്ഞു വരുന്ന ഒരേ ഒരു വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മളത് വളരെ ശക്തമായിട്ട് നമ്മൾ മുമ്പോട്ട് വെച്ചൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അതിനുശേഷം വന്ന മർത്തോമ ടൈറ്റിൽ ആഡ് ചെയ്ത് അതൊരു കുറ്റമെന്ന് പറയാൻ പറ്റില്ല. കാരണം മർത്തോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോമാസ് ലീഹയുടെ വിശ്വസിക്കുന്ന ആളുകൾക്ക് മർത്തോമ ടൈറ്റിൽ ഉപയോഗിക്കുന്നതിനകത്ത് നമ്മൾക്ക് ഇപ്പൊ നോക്കിയാൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഈ സെയിം ടൈറ്റിൽ തന്നെ 1750 ശേഷം സക്രളബാവയുടെ കൂടെ വന്ന മോർ ഗ്രിഗോറിയോസ് യുഹാനനും മോർ ഇവാനിയോസ് യുഹാനനും ചേർന്ന് മർത്തോമ 6-ാമനെ നിരണം പള്ളി വെച്ച് ഒരു മെത്രാപ്പോലിത്തിന്റെ വാഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ദീമനാസിസ് 1-ാമൻ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോ എങ്കിൽ പോലും മർത്തോമ എന്നുള്ള ടൈറ്റിൽ കൊടുത്തതിന്റെ ഒരു കാരണം ഇതാണ്. അത് ഈ പറയുന്ന ഒരു നമ്മുടെ ഒരു ഹിസ്റ്റോറിക് ഒരു നാഴികക്കല്ലെന്നോട് പറയാം. ആ സമയത്താണ്. അതിനു മുമ്പുള്ള അർച്ചദീക്കന്മാരൊന്നും ഈ പറഞ്ഞ സെയിന്റ് തോമസിന്റെ മർത്തോമ എന്നുള്ള ടൈറ്റിൽ ഉപയോഗിച്ചിട്ടില്ല. കാരണം പോർച്ചുഗീസുകാരുടെ കാലത്ത് അന്ന് തോമാസ് ലീഹയുടെ ലെഗസിയിലെ ട്രഡീഷൻസിനെ അവര് കുറച്ച് കാണിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സഭ അതിന് റിവോൾട്ട് ചെയ്തൊരു ടൈറ്റിൽ എടുത്താണ്. അതിനെ നമ്മുടെ സുറിയാനി ഓർത്തഡോക്സ് സഭയും അതിന് ഒരു പരിധിവരെ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം തോമാസ് ലീഹയുടെ ഹോലി സീ ഓഫ് സെയിന്റ് തോമസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ സുറിയാനി ഓർത്തഡോക്സ് സഭ എന്നും മലങ്കര സഭയെ പറ്റിയും ഇന്ത്യയെ പറ്റിയും ബാർബ്രയുടെ കാലത്താലും മൈക്കിൾ റാബോയുടെ കാലത്താലും അതിനുശേഷം എല്ലാം അവർ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് അത് തന്നെയാണ്. ഹോലി സീ ഓഫ് സെയിന്റ് തോമസ് എന്നുള്ള ഒരു കൺസെപ്റ്റിനകത്ത് അവരെപ്പോഴും കൊടുത്തിട്ടുണ്ട്. പൗരസ്ത്യ ഇടവക അല്ലെ? പൗരസ്ത്യ ഇടവക എന്നുള്ളത് കാരണം അതൊരു തോമാസ് ലീഹയുടെ ഒരു പ്രത്യേക ഇടവകയാണ്, ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. കാരണം നമ്മളൊരു നമുക്കത് അതിന്റെ ഒരു ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ വിഷയമല്ല എങ്കിൽ പോലും വളരെ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഈ അബ്ദുൽ മിഷിയ പാത്രിയാർക്കീസിന്റെ കൽപ്പനയിലും അദ്ദേഹം ഉപയോഗിക്കുന്ന പദം അത് തന്നെയാണ്. തോമാസ് ലീഹയുടെ ഇടവക എന്നുള്ള ഒരു പദമാണ് ഉപയോഗിക്കുന്നത്. രണ്ടും കൂടെ ചേർന്ന് വരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു മാത്രം. നമ്മുടെ വിഷയത്തിൽ താങ്കൾ പറയാം. അതെ, നമ്മളിപ്പോ ബാക്കിയുള്ള 1653 ശേഷമുള്ള ഹിസ്റ്റോറിക് റെഫറൻസിനകത്ത് നമുക്ക് ഈ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാൻ ഒരു 7 റെഫറൻസിനുണ്ട്. നമുക്ക് സമയമെടുക്കും. പക്ഷെ ഇതാണ് ഈ പറഞ്ഞ മർത്തോമ എന്നുള്ള ടൈറ്റിൽ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം, ഹിസ്റ്റോറിക് സാഹചര്യം അതാണ്. പക്ഷെ അതിനോട് ചേർത്തൊരു വാചകം നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയമാണ് ഈ മുളന്തുരുത്തി പള്ളിയിലെ ഒരു ഇൻസ്ക്രിപ്ഷനെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട്. മുളന്തുരുത്തി പള്ളിയിലെ ഇൻസ്ക്രിപ്ഷൻ അത് ചോദിക്കാൻ വരുമായിരുന്നു. നമ്മുടെ പല പ്രേക്ഷകരും ചോദിച്ചു. നമ്മുടെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഈ ഫ്ലയർ അടിച്ചതിനകത്ത് അതിന്റെ സൈഡിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻ എന്താണ് എന്നിങ്ങനെ ചോദിച്ചിരുന്നു. അപ്പൊ താങ്കൾ അതിനെ കൂടി ഒന്ന് വിശദമാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് എഴുതിയിരിക്കുന്ന വെസ്റ്റേൺ എസ്ട്രാംഗ്ലോ സിറിയക് തന്നെയാണ്. ആ ഒരു ഡയലക്റ്റിലാണ്. ഇത് ഈസ്റ്റേൺ സിറിയക് അല്ല, മദനോ സ്ക്രിപ്റ്റ് അല്ല. ഇതിനകത്ത് വളരെ ചുരുങ്ങിയ രീതിയിൽ ഈസ്റ്റേൺ സിറിയക് ഞാൻ പറഞ്ഞ കർസീവ് റൈറ്റിംഗ് എന്നുള്ള ഒരു ചെറിയൊരു അതൊക്കെ ഒരു ട്രാൻസിഷൻ പീരീഡ് സമയത്ത് വന്നിട്ടുണ്ട്. കർസീവ് റൈറ്റിംഗിന് കുറച്ച് സ്വാധീനമുണ്ട്. ഇതിന് ഞാൻ പറഞ്ഞത് നമ്മളുടെ ഞാനൊരു കാര്യം പറഞ്ഞു അച്ഛനോട്, നമ്മളൊരു ഹിസ്റ്റോറിക് കാര്യങ്ങളെ പറ്റി പഠിക്കാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അച്ഛൻ നമ്മളുടെ ഷെവലിയാർ തോമസ് ഡാനിയലും ജോൺ ഫിലിപ്പ് കോട്ടപ്പറമ്പിന്റെയൊക്കെ നേതൃത്വത്തില് അച്ഛനും ഞങ്ങളുടെ ഉൾപ്പെട്ട ഒരു ഹിസ്റ്റോറിക് ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ ഇങ്ങനെയുള്ള സുറിയാനി പഴയ ഇൻസ്ക്രിപ്ഷൻസും പഴയ ഹിസ്റ്റോറിക് ഡോക്യുമെന്റ്സും ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചെറുപ്പക്കാരായിട്ട് ആൾക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അവര് മുഖാന്തരം ഡോക്ടർ സെബാസ്റ്റ്യൻ ബ്രോക്കിനെ കൊണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ ആണ് വായിക്കുന്നത്. ഡോക്ടർ എഴുതിയിരിക്കുന്നത് in the year 1575 of the birth of our Lord Jesus Christ, in the month of October 9th Sunday, there set up the door to the nave of the Church of Saint Thomas, Kollam era 151. 1571 ഇത് ഒക്ടോബർ മാസം 9 ഞായറാഴ്ച ഈ ഡോർ സെറ്റ് ചെയ്തപ്പോൾ ഇത് എഴുതി എന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ ബ്രോക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് എസ്ട്രാംഗ്ലോ സിറിയക്കാണ്. ഇതിനകത്ത് ഈസ്റ്റേൺ മദനോ സ്ക്രിപ്റ്റിന്റെ സ്വാധീനമില്ല.
എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഇതിനെപ്പറ്റി നമ്മുടെ പല പ്രേക്ഷകരും ചോദിച്ചത്, അപ്പൊ 1653 മുമ്പ് എങ്ങനെ ഈ ഒരു വെസ്റ്റേൺ സിറിയക് സ്വാധീനം വന്നുള്ളൂ? കാരണം എസ്ട്രാംഗുലർ വെസ്റ്റേൺ സിറിയക് സ്വാധീനമുള്ള സ്ക്രിപ്റ്റ് ചർച്ച് ഓഫ് ഈസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ആ സ്ഥലത്ത് കുറവലങ്ങാട് പള്ളിയിലൊക്കെ ഈസ്റ്റേൺ മദർവ സ്ക്രിപ്റ്റിനകത്തുള്ള സ്വാധീനം കാണുന്നുണ്ട്. പക്ഷെ അതിനകത്ത് അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ പൗരസ്ത്യ ഇടവകയിലുള്ള ആളുകൾ ഈസ്റ്റേൺ സിറിയക് ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഈസ്റ്റേൺ ഇടവക ഒരിക്കലും ഈ പറഞ്ഞ വെസ്റ്റേൺ എസ്ട്രാംഗുലർ സിറിയക് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് 1653 മുമ്പ് പടിഞ്ഞാറൻ സുറിയാനിയുടെ സ്വാധീനം ഇവിടെ ഇല്ലായിരുന്നു എന്ന് നമുക്കിപ്പോ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഇങ്ങനെയുള്ള പല സ്വാധീനം വരുന്നുണ്ട്. അതിപ്പോ ബുക്കാനൻ ബൈബിളിന്റെ കാര്യം പറയുമ്പോൾ ബുക്കാനൻ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഈ 8-ാം നൂറ്റാണ്ടിന് ശേഷം വീണ്ടും എസ്ട്രാംഗുലർ റിവൈവ് ചെയ്തതിനു ശേഷം 12-ാം നൂറ്റാണ്ടില് എഴുതപ്പെട്ട ഒരു തുറബ്ദീൻ ഭാഗത്തുള്ള എസ്ട്രാംഗുലറുടെ ഒരു ഡയലക്റ്റിനകത്ത് എഴുതിയിരിക്കുന്നതാണെന്ന് പറയുന്നത് ബുക്കാനൻ ബൈബിൾ. ആ ബൈബിളിനകത്തും ഈ പറഞ്ഞ പോലെ സെയിന്റ് മേരിയുടെ പ്രാർത്ഥനകളെ പറ്റിയും സേവേറിയോസിന്റെ പറ്റിയുള്ള റെഫറൻസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിപ്പോ മറ്റേ കേംബ്രിഡ്ജ് ജയപൂർ ഇരിക്കുന്ന പുസ്തകമാണ്. അതിനെപ്പറ്റി ബുക്കാനൻ ബൈബിൾ കൊടുക്കുമ്പോ അന്നത്തെ മർത്തോമ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ 1000 വർഷമായിട്ടിരിക്കാന്നാണ്. 1000 വർഷമൊന്നും സാധ്യമില്ല. എന്തായാലും 12-ാം നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ നാട്ടിൽ വന്ന ആരും, പക്ഷെ ഇത് 1653 ശേഷം വന്നതാണെങ്കിൽ ഈ പുസ്തകത്തെ പറ്റി ഇവർക്ക് ശരിക്കും അറിയാതിരിക്കണം. കാരണം ഇത്രയും വലിയൊരു ബൈബിള്, ചെറിയ പുസ്തകമൊന്നുമല്ല ബൈബിള് അത്. അപ്പൊ 1653 മുമ്പ് തന്നെ നമ്മുടെ മലങ്കരയില് അവിടുന്ന് ആരെങ്കിലും വളരെ വലിയൊരു സംഘമായിട്ട് വന്ന ആളുകളായിരിക്കില്ല, അവര് കൊണ്ടുവന്നതായിരിക്കാം. അപ്പൊ ആ ഒരു സ്വാധീനം മലങ്കരയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പറയുമ്പോൾ അപ്പൊ അത് പറയാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള കാരണം പല സുറിയാനി സ്വാധീനവും മലങ്കരയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ്. പക്ഷെ നമ്മുടെ വിഷയം അതല്ലാത്തത് നമ്മൾ പറഞ്ഞു തീർക്കുന്നത് ഈ പറഞ്ഞ മർത്തോമ എന്ന ടൈപ്പ് ഉപയോഗിക്കാനുള്ള ഹിസ്റ്റോറിക് സാഹചര്യം ഇതാണ്. അപ്പോ അതിനുശേഷമുള്ള ഹിസ്റ്റോറിക് റെഫറൻസ് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് ഇപ്പൊ 1 മണിക്കൂറിന് മുകളിൽ നമ്മൾ 15 മിനിറ്റ് എക്സ്ട്രാ എടുത്തു, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇത്രയും നേരം നമ്മള് ഒരു കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ ഇവിടെ ഇന്നത്തെ സെഷൻ മാത്രം അവസാനിപ്പിക്കുന്നതാണ്. ഈ പരമ്പര തീരുന്നില്ല. ഇതിന്റെ അടുത്ത ഭാഗം വരുന്ന എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ആ കാര്യങ്ങൾ അത് ഇദ്ദേഹത്തിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിലും അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവെക്കുകയായിരുന്നു. സെയിന്റ് തോമസിന്റെ ഈ സിംഹാസനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതിനെപ്പറ്റിയുള്ള ഒരു ചിന്തകളായിരുന്നു. അത് എങ്ങനെയാണ് അത് രൂപപ്പെട്ട് വരുന്നത്, ഇല്ലെങ്കിൽ അത് എന്താണ്, നേരത്തെ അതിന് സഭയിൽ ഉണ്ടായിരുന്നോ, ഈസ്റ്റേൺ ചർച്ചസിലോ മറ്റെവിടെയെങ്കിലും അങ്ങനെ ഒരു ടൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നോ, മുതലായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു കൺക്ലൂഷനിൽ എത്താത്തത് കൊണ്ട് തന്നെ അതിന്റെ ഒരു വൈൻഡപ്പ് ചെയ്തക്ക രീതിയിൽ ഒരു കൺക്ലൂഷനിലോട്ട് ഞാൻ എത്തുന്നില്ല. തുടർന്നുള്ള ഭാഗം കേട്ടതിന് ശേഷം നമുക്ക് ഇതിന്റെ ഒരു ചുരുക്കം പറയാം എന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ഹൈമനൂസോടെ പ്രേക്ഷകരുടെ പേരിൽ മാത്യു സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാ ഹൈമോനൂസോ പ്രേക്ഷകരോടും ടീം ഹൈമോനൂസോയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു ദിവസം ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. താങ്ക്സ് അച്ഛാ. എല്ലാ